പരിശുദ്ധ ദീനിൻ്റെ വിജ്ഞാന കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന കേന്ദ്രങ്ങളാകുന്ന മദ്രസകൾ ഇന്നും ഇന്നലെയുമായി പല ഭാഗങ്ങളിലും തുറക്കപ്പെടുകയുണ്ടായി. ശവ്വാൽ മാസത്തോടെ നമ്മുടെ മുതഅല്ലിമുകൾ എല്ലാ ഭാഗങ്ങളിലും ദർസുകളിലും സ്ഥാപനങ്ങളിലും ചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ദീൻ നന്നായി പഠിച്ച ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും വർദ്ധിച്ചു വരേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന ദാഴികളുടെ അനുഭവം ദർസിൽ നിന്നും ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവരുടെ പ്രവർത്തനയുടെ മേഖലയുടെ ഭാഗമായി അള്ളാഹുവിൻ്റെ വജ്ഹ് വിചാരിച്ച് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പുറം നാടുകളിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ റമദാനിൽ പോയ ഒരു കൂട്ടം ആളുകളെ ഒരു മുസ്ലിം കുടുംബം ക്ഷണിക്കുകയാണ് പട്ടാപകൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. റമദാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റമദാനിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം വേണോ ഭക്ഷണം വേണോ എന്ന് ആരെങ്കിലും ചോദിക്കും. ഞാൻ പറഞ്ഞു വന്ന ഇതൊരു സങ്കടമാണ്. അടിസ്ഥാനപരമായ വിശുദ്ധ റമദാനിൽ ഉള്ള നോമ്പിനെ കുറിച്ച് പോലും അറിവില്ല. ആക്ഷേപിക്കല്ല. അത്രയും അറിവ് കുറഞ്ഞ ആളുകൾ ധാരാളം ഉണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ചിലർ ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉസ്താദുമാരില്ലേ, ഇനി എങ്ങോട്ടാണ് ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടത്? നേരത്തെ ഉസ്താദ് ഓരോരുത്തരോട് ഓരോ കുട്ടികളെ തരാൻ പറഞ്ഞപ്പോൾ ആളുകൾ നോക്കുക, ഇനിയും കുട്ടികളെ വേണം. നാട്ടിലൊക്കെ എത്ര ഉസ്താദുമാരുണ്ട്, ഇനിയും വേണം. കഴിവും പ്രാഗൽഭ്യവുമുള്ള ആളുകൾ ഇനിയും ഈ വിഷയത്തിൽ നന്നായി വളർന്നു വരണം. നല്ല ബുദ്ധിമതികളായ ആളുകളെ മുഴുവനും കുട്ടികളെ മുഴുവനും നല്ലോണം ദീന് പഠിപ്പിക്കാൻ വേണ്ടി വിടണം. അവരുടെ ബുദ്ധി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ വലിയ സഹായമാണ്. വലിയ വലിയ ബുദ്ധിയുള്ള ആളുകളൊക്കെ പഴയ കാലത്ത് ഉമ്മമാരും ഉപ്പമാരും അങ്ങനെയല്ലേ വിട്ടത്? വലിയ ബുദ്ധിയുള്ള മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല. ഉമ്മയാണ് ആ കുട്ടിയെ ഇൽമു പഠിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഉപ്പയെ കൂടുതൽ അനുഭവിക്കാൻ മഹാനവറുകൾക്ക് യോഗ്യമുണ്ടായിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പണ്ഡിതനായി വളർത്തുന്നതിന് കഠിനാധ്വാനം ചെയ്തത് ഉമ്മയാണ്. ഉപ്പയെ കണ്ട ഓർമ്മ പോലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനില്ല. കുഞ്ഞിളം പ്രായത്തിൽ ഉപ്പ വഫാത്തായി പോയി. ഫലസ്തീനിലെ ഗസയിൽ നിന്ന് മക്കയിലേക്ക് മാറി താമസിച്ചു. ഉമ്മാന്റെ നാട് മക്കയാണ്. അമ്മാവന്മാരും മറ്റുമൊക്കെയുള്ള കുടുംബാംഗങ്ങൾ മക്കയിലാണുള്ളത്. ഉമ്മ തീരുമാനിക്കുന്നത് ഈ മകനെ, നല്ല ബുദ്ധിയുള്ള ഈ കുട്ടിയെ ഒരു പണ്ഡിതനാക്കണം. ആ പാണ്ഡിത്യത്തിന്റെ സൗന്ദര്യം ഇന്ന് അനുഭവിക്കുന്നവരാ നമ്മളെല്ലാവരും. അവിടുത്തെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന കാര്യങ്ങളിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പോലും അല്ലാഹു തആല പരിഹാരം നൽകുകയുണ്ടായി. ഓപ്പറേഷൻ ഇതുപോലെ വികസിപ്പിച്ചിട്ടില്ലാത്ത കാലത്ത് മനുഷ്യനും മനുഷ്യേതര ജീവികളും ഇണചേരുന്നത് ആർക്കും പരിചയമില്ലാത്ത കാലത്ത്
ഒരു മനുഷ്യന്, ഒരു മനുഷ്യ പെണ്ണിന്, മനുഷ്യത്തിക്ക് ഒരു നായയിലൂടെ കുഞ്ഞു ജനിച്ചാൽ എന്തു ചെയ്യണമെന്ന് മസ്അല പറഞ്ഞ മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ ജനിച്ച നായ ബന്ധപ്പെട്ട് ജനിച്ച കുട്ടിക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? ആ കുട്ടി പള്ളിയിൽ കയറിയാൽ എന്താണ് അവസ്ഥ? ആ പള്ളി മുതനജ്ജിസാകുമോ? എങ്ങനെയാണ് ആ കുട്ടിയുമായി വിവാഹബന്ധം? ആ കുട്ടിയുടെ നസബ്, തറവാട് എങ്ങനെയാണ് ചേർക്കപ്പെടുന്നത്? തുടങ്ങി ഇന്ന് ലോകം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഹിജ്റ 150 ജനിച്ച ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പരിഹാരം നിർദ്ദേശിച്ചെങ്കിൽ അവിടുത്തെ പാണ്ഡിത്യം ആ ഉമ്മ ആ ഒരു വഴിക്ക് തിരിച്ചു വിട്ടത് കൊണ്ട് ലോകം അനുഭവിച്ചത് എത്ര സന്തോഷമാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽമു കൊണ്ട് ഒരുപാട് എതിരാളികളെ വിശുദ്ധ ദീനിന്റെ സൗന്ദര്യം പഠിപ്പിച്ച മഹാനാണ്. ഇൽമാണ് അതിന് മുഖ്യമായും വേണ്ടത്. ഇൽമില്ലാതെ ആർക്കും കമാലിയത്തിലേക്ക് എത്താൻ കഴിയൂല. പണ്ഡിതന്മാരും ഔലിയാക്കളും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പൂർണ്ണതയിലേക്ക് എത്തിയത് പ്രധാനമായും 6 കാര്യങ്ങളെ കൊണ്ടാണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. വഇമ്മത്തുൻ കശ്ശാഫിഈ വനഹ്വിഹി കാനൂ അലാ സിത്തിൻ ഖിസാലിൻ കുമ്മലാ സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദത്തു ഇൽമുഹും ബിഉലൂമി ഉഖ്ബാന ഫിഅത്തിൽ മലാ വകദൽ ഫഖാഹത്തു ഫി മസാലിഹി ദീനിനാ വഇറാദത്തും ബിതഫഖുഹിൻ റബ്ബൽ ഉലാ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, വലിയ പണ്ഡിതന്മാർ, അവർക്ക് പൂർണ്ണത പ്രാപിച്ചത്, പൂർണ്ണത ലഭിച്ചത് 6 കാര്യങ്ങളിലാണ്. ആ 6 കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കാര്യമായും കാതലായി വേണ്ടത് ഇൽമാണ്. ഇൽമില്ലാതെ ഒരാൾക്കും പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയൂല. ഇൽമില്ലാതെ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉയരാൻ കഴിയൂല. ഇൽമ് അനിവാര്യമാണ്. എല്ലാവർക്കും ഇൽമാണ് ഉയർച്ചക്കുള്ള കാരണം. ഇൽമു കൊണ്ടാണ് വിശുദ്ധ ദീനിന്റെ സൗന്ദര്യം ലോകത്ത് നിലനിർത്താൻ കഴിഞ്ഞത്. ഇൽമു കൊണ്ടാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിർത്തിപ്പോന്നത്. സ്വഹാബിമാരും താബിയുകളും തബഉ താബിയുകളും അവരെല്ലാവരും ലോകത്ത് നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം അത് വിജ്ഞാന പ്രസരണമാണ്, പ്രചരണമാണ്. ഇൽമു പ്രചരിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി അധ്വാനിച്ചതുപോലെ ഒരു അധ്വാനം ലോകത്ത് നമുക്ക് വേറെ കാണാൻ കഴിയൂല. ഏറ്റവും വലിയ അധ്വാനമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ അധ്വാനിച്ചത്. 1-2 വർഷങ്ങളെ കൊണ്ട് മതിയാക്കിയിട്ടില്ല. വലിയ ബുദ്ധിമതിയായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അള്ളാഹു നൽകിയ ബുദ്ധിയുടെ വൈഭവം കൊണ്ട്, ഇൽമിന്റെ സൗന്ദര്യം കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും വിജ്ഞാന രംഗത്ത് പുതിയ അന്വേഷണവുമായി മുന്നേറുകയാണ്. എല്ലാ ഉസ്താദുമാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ശിഷ്യനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അതൊരു ഭംഗിവാക്കിന് വേണ്ടി ഞാൻ പറയുന്നതല്ല. മക്കയിൽ വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും ഹിഫ്ലായപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഉമ്മ ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ സവിധത്തിൽ കൊണ്ടുപോയി ആക്കി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആ ഉസ്താദിന് സാധാരണ നാട്ടുകാർ കൊടുക്കും പോലെ ഒരു വരിസംഖ്യയും കൊടുത്തു. നാട്ടിലൊക്കെ എല്ലാവരും വരിസംഖ്യ പൂർണ്ണമായി കൊടുക്കണം. മരിക്കും വരെ കാത്തിരിക്കാൻ പാടില്ല. പല സംഖ്യക്കും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ കാലതാമസം ചെയ്യും. നിങ്ങൾ സൗകര്യം പോലെ ചെയ്തു. ഇപ്പൊ ക്യാമറ വന്നാൽ ക്യാമറ ഒരുമിച്ചടക്കാന്ന് കരുതും ആൾക്കാർ, ക്യാമറയുടെ ഫൈനൊക്കെ. അത് അവനാന്റെ സൗകര്യം പോലെ. വരിസംഖ്യ അങ്ങനെ പറ്റൂല, അത് കറക്റ്റ് കൊടുക്കണം. ദീന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ മുടക്കാൻ പാടില്ല. ഞാനങ്ങനെ മുമ്പൊരിക്കൽ വെക്കേഷൻ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് വെക്കേഷൻ കിട്ടി.
കുറച്ച് കമ്മിറ്റിക്കാർ എന്നോട് ദേഷ്യം പിടിച്ചു, എന്നാലും വേണ്ടിയില്ല, വെക്കേഷൻ കിട്ടിയല്ലോ കുറെ ആൾക്കാർക്ക്, ഒരു സമാധാനമായി. അത് കൊടുക്കേണ്ടത് തന്നെയാണ്, അത് അവർക്കുള്ള ഹക്കാണ്, നിർത്തിവെക്കാൻ പാടില്ല. അത് തടഞ്ഞു വെച്ചാൽ പിന്നെ ദീന് പഠിപ്പിക്കാൻ ഒരു ആവേശം കുറയില്ലേ. അതൊരു ശമ്പളം എന്ന അർത്ഥത്തിലല്ല, ഒരു ഹദിയയാണ്. ശമ്പളമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ ഉസ്താദിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശമ്പളം, കാരണം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നത് ആ ഉസ്താദല്ലേ. അപ്പൊ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഒരു വലിയ മുഹദ്ദിസ് മക്കയിലെ ഒരു ഹദീസ് പണ്ഡിതന്റെ അടുത്ത് ഏൽപ്പിച്ചപ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മ സാധാരണ എല്ലാവരും കൊടുക്കുമ്പോൾ ഒരു വരിസംഖ്യയും കൊടുത്തു. അപ്പൊ ആ വരിസംഖ്യക്ക് ഒരു കണക്കുണ്ട്. നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഒരു മാസത്തിന് 100 രൂപ, 2 മാസത്തിന് 200, ഇങ്ങനെ കണക്കുണ്ടാകുമല്ലോ. ഉദാഹരണം പറഞ്ഞു. ആ കണക്കിന്റെ അളവ് കഴിഞ്ഞപ്പോ ഉസ്താദ് ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് പറഞ്ഞു, മോനെ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ ഉമ്മ തന്ന വരിസംഖ്യയുടെ അളവനുസരിച്ച് ദിവസം കഴിഞ്ഞുപോയി. ഇനി നിങ്ങളെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ല. ബാക്കിയുള്ള ഉമ്മമാരൊക്കെ അവരെ മക്കൾക്ക് വീണ്ടും വീണ്ടും പഠനം കിട്ടാൻ വേണ്ടി വരിസംഖ്യ വീണ്ടും വീണ്ടും ഓരോ മാസം കൊടുത്തയച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ അടുക്കൽ കൊടുക്കാനില്ല. ഇപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമിനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദേ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഉസ്താദ് എന്നെ പഠിപ്പിക്കണമെന്നില്ല, ഇവർക്ക് പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഉസ്താദ് പറഞ്ഞു, ഇരുന്നോളൂ, നിങ്ങളെ പ്രത്യേകം പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കുട്ടികളോട് ഉസ്താദുമാർ പറയുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ തീരുമാനം എടുക്കുക, ഉസ്താദിനെ വേഗം പുറത്താക്കണം എന്നല്ലേ. അങ്ങനെ നമ്മളെ തീരുമാനം ഉണ്ടാകുക. വരിസംഖ്യ കിട്ടാത്തതുകൊണ്ട് ഉസ്താദ് പഠിപ്പിച്ചിട്ട് എന്നാ ഉസ്താദിനെ പുറത്താക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദെ, ഞാനിവിടെ ഇരുന്നോട്ടെ. ഇരുന്നോളൂ മോൻ, ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ആ കുട്ടികൾ ശ്രവിക്കും പോലെ, ശ്രദ്ധിക്കും പോലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും മഹാനവറുകൾ ഇങ്ങനെ കേട്ട് കേട്ട് കാണാതെ പഠിക്കാൻ തുടങ്ങി. ഉസ്താദ് എന്ത് ഒരു ലഫ്ള് മൊഴിയുന്നുണ്ടോ, ഒരു വാചകം മൊഴിയുന്നുണ്ടോ, അപ്പത് ഹൃദിസ്ഥമാക്കി. ഉസ്താദ് പറയുന്ന ഉദാഹരണവും ഉസ്താദ് പറയുന്ന ശൈലിയും ഒക്കെ പഠിച്ചു. വയസ്സ് 8, ചെറിയ പ്രായാണ്, നല്ല ബുദ്ധിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണാതെ പഠിച്ച്, ചൊല്ലിപ്പഠിച്ച് ഒരു ദിവസം ഉസ്താദ് പുറത്തേക്ക് പോയി. എല്ലാവരോടും പഠിക്കാൻ, പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ട്, എല്ലാവരും ഓതി പഠിക്കുന്നവരെ പഠിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഒരാവശ്യത്തിന് വേണ്ടി. തിരിച്ചു വന്നാൽ ഉസ്താദ് വീണ്ടും ഓതിപ്പിക്കും, കുട്ടികളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കും, ചോദ്യം ചോദിപ്പിക്കും. അത് പതിവാണ്. ഒരു ദിവസം ചോദ്യം ചോദിച്ചപ്പോ എല്ലാ കുട്ടികൾക്കും ഉത്തരം കിട്ടി. എല്ലാ കുട്ടികളും നേരത്തെ ഉള്ളതിനേക്കാൾ ഉത്തരം പറയുന്നു, ചോദിച്ചതിന് ഉത്തരം പറയുന്നു. അതുപോലെ തന്നെ അവർ കാണാതെ പഠിച്ചിരിക്കുന്നു, എളുപ്പത്തിൽ മറുപടി പറയുന്നു. അപ്പൊ ഉസ്താദിന് ഒരു സന്ദേഹം, കുട്ടികൾക്ക് ഇത്ര പെട്ടെന്ന് ബുദ്ധി കൂടിയതെങ്ങനെ? ഇതൊക്കെ കുറെ ആവർത്തിച്ച് ബുദ്ധി കൂടേണ്ട മക്കൾക്ക് ഇത്ര പെട്ടെന്ന് ബുദ്ധി കിട്ടിപ്പോയോ? കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, നല്ല ഉഷാറായി പഠിച്ചിട്ടുണ്ടല്ലോ. ആ കുട്ടികൾ മുതഅല്ലിമീങ്ങൾ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പുറത്തു പോയ സമയത്ത് നിങ്ങൾ ക്ലാസ് എടുത്ത് തരുന്നത് പോലെ എല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു. ഈ ഇരിക്കുന്ന ഖുറൈശി കുട്ടി, ഈ ചെറിയ കുട്ടി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൂണ്ടിയിട്ടവർ പറഞ്ഞു, ഈ കുട്ടി എല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഉസ്താദിന് വലിയ സന്തോഷായി. ഉസ്താദ് പറഞ്ഞു, മോനെ, എനിക്ക് പണി കുറഞ്ഞുപോയി, എനിക്ക് കൂടുതൽ മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇനി ഇവർക്കാർക്കും ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതില്ല, നിങ്ങളെ മാത്രം പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ ഇവർക്കൊന്ന് പഠിപ്പിക്കുമല്ലോ, കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഒരാളെ പഠിപ്പിച്ചാൽ മതി. ബാക്കിയുള്ള സമയം വേറെ കുട്ടികളെ പോയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ലാഭമാണ്. നിങ്ങളെ വരിസംഖ്യ ഇനി വേണ്ട, നിങ്ങളല്ലാതെ തന്നെ ഞാൻ പഠിപ്പിക്കാം. കാരണം നിങ്ങൾ വലിയ കഴിവുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ല സൗന്ദര്യത്തിൽ നിങ്ങൾ ഈ മുതഅല്ലിമീങ്ങളെ പഠിപ്പിച്ചല്ലോ. കുട്ടിക്കാലത്താണ് ഈ അധ്യാപനത്തിന്റെ ശൈലി. നമ്മളത് മനസ്സിലാക്കണം. അത് ബുദ്ധിയുടെ മികവാണ്.
8ാമത്തെ വയസ്സിലാണ് ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് പോലെ ശിഷ്യനായ ചെറിയ കുട്ടിയായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. 10-13 വയസ്സായപ്പോഴേക്ക് മക്കയിലുള്ള പണ്ഡിതന്മാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തു, ഫത്വ കൊടുക്കാനുള്ള അനുവാദം. ആ കാലഘട്ടത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിവൈഭവം നോക്ക് നിങ്ങൾ. ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ബദുക്കളുടെ പിന്നാലെ പോയി 4 വർഷക്കാലം. അവർ കാട്ടിലേക്ക് പോകുമ്പോൾ അവരെ കൂടെ കാട്ടിലേക്ക് പോകും. ഒട്ടകത്തെ മേയ്ക്കുമ്പോൾ ഇവർ പാടുന്ന കവിതകൾ മുഴുവനും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കാണാതെ പഠിച്ചു. അങ്ങനെ 4 വർഷം കൊണ്ട് 10,000 കവിതകൾ പഠിച്ചു. ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഏറ്റവും സ്ഫുടമായ അറബി ഭാഷയിൽ സംവദിക്കുന്നവരാണ് ബദുക്കൾ. സാധാരണ അറബികൾ അങ്ങനെയല്ല, അവരൊരു നാടൻ ഭാഷയിലാണ് സംസാരിക്കുക. അതേസമയത്ത് ഇന്നും നമുക്ക് അനുഭവം ഉണ്ടാകും, ബദുക്കെടുത്ത് പോയാൽ നല്ല ഫസീഹായ ഭാഷയിൽ സംസാരിക്കും, സ്ഫുടമായ ഭാഷയിൽ. അങ്ങനെ അറബി ഭാഷയിൽ വലിയ കഴിവ് നേടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഒരുപാട് ഉസ്താദുമാരെ സ്വീകരിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മനസ്സിലൊരു മോഹം, മദീനയിലേക്ക് പോകണം. ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് മദീനയിലേക്ക് പോകണം. ഇവിടെ കണ്ടില്ലേ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഉപരിപഠനാർത്ഥം മാദിനിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ കുട്ടികൾക്കൊക്കെ അല്ലാഹു ഇൽമിൽ വലിയ ഉയർച്ച നൽകുമാറാകട്ടെ. ഇവിടെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും, ഇനി പഠിക്കാൻ പോകുന്ന മക്കൾക്കും, അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്കും, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉപരിപഠനാർത്ഥം മദീനയിലേക്ക് പോകാൻ വലിയ ആഗ്രഹം തോന്നിയപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് മദീനയിലേക്ക് പോകണം. ഉമ്മ പറഞ്ഞു, മോനെ പോകാലോ. പക്ഷെ കുടുംബക്കാർ കുറെ ആൾക്കാർ ഉമ്മാനെ എതിർത്തു. അങ്ങനെ ഉണ്ടാകും നമ്മുടെ നാട്ടിലും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, മാർക്കൊക്കെ ഉള്ള കുട്ടിയാണ്. ആ കുട്ടിയെ ദീന് പഠിപ്പിക്കാൻ വിട്ടിട്ട് 10 കൊല്ലം പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടി, എന്ത് നേടാനാ എന്നും ചോദിച്ച് ആ കുട്ടി ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ചേക്കുന്നുള്ളത് ഭൗതിക ഭ്രമം കൊണ്ട് കുറെ ആൾക്കാർ വന്ന് മുടക്കം പറയും. മൊയിലിയരാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ശമ്പളം മാത്രമാണ് അവരെ കണ്ണിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ശമ്പളമൊക്കെ കൂടി നമ്മ കിട്ടുന്ന ശമ്പളം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ എത്ര കാലം ഉണ്ടാവും നമ്മൾ ഈ ദുന്യാവിൽ? എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ കണക്കൂട്ടൽ. അള്ളാഹുവിന്റെ ദീനിന് നമ്മളെ മക്കൾ ഉപകാരപ്പെടണം. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരെ വളർത്തണം. അങ്ങനെ ഉപകാരപ്പെടുന്ന മക്കളിലൂടെ അല്ലാഹു തആല ദുന്യാവ് തരാതിരിക്കുന്നില്ല, ദുന്യാവും തരും. മക്കള് ദീന് പഠിക്കുമ്പോ ദുന്യാവ് അല്ലാഹു തആല വേറെ രൂപത്തിൽ തന്നെ തരും. അങ്ങനെയാണ്. അങ്ങനെ ആർക്കും മോഹിക്കണ്ട. ദീന് പഠിക്കുന്നതുകൊണ്ട് ദുന്യാവ് കിട്ടൂല ചിന്തിക്കരുത്, ദുന്യാവും കിട്ടും. മദീന പള്ളിയിൽ ഒരു മുത്തഅല്ലിം ഓതി പഠിക്കുന്ന മുത്തഅല്ലിമിനെ കൊണ്ടുപോകാൻ വേണ്ടി ജ്യേഷ്ഠൻ വന്നു. എന്തിനു കൊണ്ടുപോകാൻ? ജോലിക്ക് കൊണ്ടുപോകാൻ. ഹദീസിൽ കാണാം, എൻ്റെ അനിയൻ ഇവരെ പഠിക്കുന്നുണ്ട്, ഞാൻ മാത്രമേ വീട്ടിൽ ജോലിക്കുള്ളൂ, അനിയനും കൂടി കിട്ടിയാൽ 2 ആൾ ജോലിക്ക് പോകാൻ പറ്റുമല്ലോ. എന്നിട്ടെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്? വേഗം കൊണ്ടുപോയിക്കോളിന്നാ. തങ്ങൾ പറഞ്ഞു, വേണ്ട, ലഅല്ലക തുർസഖു ബിഹി, നിങ്ങളെ അനിയൻ സഹോദരൻ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല റിസ്ക് നൽകിയേക്കും. ആ കുട്ടിയോടെ പഠിച്ചോട്ടെ. അസ്ഹാബു സുഫത്തിലായി നിങ്ങളെ അനിയൻ ഇവിടെ പഠിക്കട്ടെ. ഇവിടെ പഠിക്കുന്നത് കാരണം നിങ്ങൾക്കെല്ലാം റിസ്ക് അല്ലാഹു തആല തരും, മുടക്കൊന്നും ഉണ്ടാകൂല. മാഷാ അല്ലാഹു. ഖാൻ അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഏലങ്ങൾ ഉസ്താദ് എത്തി, വലിയ ഉസ്താദ്മാരൊക്കെ എത്തി. ലഅല്ലക തുർസഖു ബിഹി, ആ സഹോദരൻ കാരണം നിങ്ങൾക്ക് അല്ലാഹു തആല റിസ്ക് നൽകിയേക്കും. അതുകൊണ്ട് ആ മുത്തഅല്ലിമിനെ കൊണ്ടുപോകണ്ട. മുത്തഅല്ലിം അസ്ഹാബു സുഫത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പഠിക്കട്ടെ. അപ്പൊ ഒരു മുത്തഅല്ലിം അവിടെ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് അല്ലാഹു വേറെ തരും, ആവശ്യങ്ങൾ അല്ലാഹു തആല വേറെ പൂർത്തീകരിച്ചു തരും. അനുഭവങ്ങൾ ധാരാളമുണ്ട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് സ്വന്തം കുടുംബക്കാര് തന്നെ വന്നിട്ട് പറഞ്ഞു, ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അതിനി മദീനയിലേക്കും പറഞ്ഞേക്ക, ഇവിടെ തന്നെ നിർത്തിക്കൂടെ, ഇവിടെ തന്നെ കുറെ ആൾക്കാരില്ലേ, ഉസ്താദുമാരില്ലേ. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ
അവരുടെ വാക്കുകൾക്കൊന്നും വശംവദയായില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഓതിപ്പടിക്കാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്ർ നിസ്കാരത്തിന്റെ സമയമാണ്. അസ്ർ നിസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന്, മദീന മുനവ്വറയിൽ ഇരുന്ന്, മുൻഭാഗത്ത് വലിയ ഒരു സദസ് മുതഅല്ലിമീങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്നതിന്റെ പിന്നിൽ നാട്ടുകാരായ ഒരുപാട് ആളുകൾ ഇൽമു കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നോക്കുന്നു, ഇമാം മാലിക് തങ്ങളെ വല്ലാതെ ഹൈബത്തുള്ള മുഖമാണ്, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദാണ്, വലിയ വഖാറുള്ള മഹാനാണ്. ഇൽമിന്റെ ഒരു ബഹുമാനം അവിടുത്തെ മുഖത്തും അവിടുത്തെ ശരീരത്തിലും നിയലിക്കുന്നുണ്ട്. വലിയ ആദരവോടെയാണ് മദീനക്കാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കാണുന്നത്. കാരണം ഇൽമിന്റെ വലിയ ബഹറാണ് മഹാൻ. ആ ഇൽമു കൊണ്ട് അമല് ചെയ്യുന്നതിലോ വേറിട്ട നിലപാട് സ്വീകരിക്കുന്ന മഹാനാണ്. ഇൽമിനോട് വലിയ ബഹുമാനമാണ്. ഇൽമിന്റെ കേന്ദ്രമായി ലോകത്ത് ഇൽമു വിതരണം ചെയ്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ബഹുമാനമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം കൊണ്ട് മദീനക്കാർക്ക് മുഴുവനും മദീനയോട് വല്ലാത്തൊരു ബഹുമാനമാണ്. ആ ബഹുമാനം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദീനയിൽ പോകുന്ന ആളുകളോട് ഞാനൊന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ നമ്മുടെ സിയാറത്ത് മഖ്ബൂലാകാൻ ബഹുമാനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും അജ്മീറിലാണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ബഹുമാനമാണ് അവിടെ കാതലായ വശം. സുബ്ഹാനല്ലാഹ്, ബഹുമാനത്തിനെതിരായി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവിടെ നടക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണ്. നാം നമ്മുടെ കാലിൽ ധരിക്കുന്ന ചെരുപ്പ് മദീന പള്ളിയുടെ ഉള്ളിലൂടെ കൊണ്ടുപോകുന്നതിന് ആളുകൾക്ക് യാതൊരു വിഷമവുമില്ല. മതാഫിലൂടെ ഏറ്റി നടക്കുന്നതിനൊരു പ്രയാസവുമില്ല. ഈ ചെരുപ്പിന് എന്ത് വില വരും സഹോദരങ്ങളെ? എത്രമാത്രം വലിയ ബഹുമാനമുള്ള കേന്ദ്രമാണത്. ആ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ നിൽക്കുകയോ, എന്തൊരു ബഹുമാനക്കേടാണ്! ശബ്ദിക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ അവിടെ? മദീന പള്ളിയിൽ ശബ്ദിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന രാജാവിനോട് ബഹുമാനം പഠിപ്പിച്ചു കൊടുത്ത മഹാനല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, സലാം പറഞ്ഞ് സിയാറത്തും കഴിഞ്ഞ് പോകുന്ന ആളുകൾ ചെരുപ്പിടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പിടക്കുകയാണ്. എന്തിനാണ് ഇവര് സലാം പറയാൻ വന്നത്? ആരോടാണ് ഇവര് സലാം പറയാൻ വന്നത്? ആരെ സിയാറത്ത് ചെയ്യാനാണ് ഇവര് വന്നത്? ചെരുപ്പിടുന്ന ശബ്ദം, ആ ചെരുപ്പിടുന്നത് എവിടെയാണെന്നറിയുമോ? സലാം പറഞ്ഞ് നേരെ ഇങ്ങോട്ട് കടന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ചെരുപ്പങ്ങ് ശബ്ദത്തിലിട്ടുകൊണ്ട് ചെരുപ്പ് കാലിൽ ധരിക്കുമ്പോ ചെരുപ്പിനോടാണോ ആളുകൾക്ക് വില? ചിലരവിടെ വരുന്നത് തസ്വീറിന് വേണ്ടി മാത്രമാണ്, ഫോട്ടോ എടുക്കാൻ. നഊദു ബില്ലാഹ്, ഫോട്ടോ എടുത്തിട്ട് സിയാറത്തിന്റെ ആദരവും സിയാറത്തിന്റെ സ്വീകാര്യതയും നശിപ്പിച്ചുകൂടാ. നമ്മെ ചേർത്തി ഫോട്ടോ എടുക്കാൻ നമ്മൾ ആരാണ്? നമ്മളെ ചേർത്തി ഫോട്ടോ എടുക്കേണ്ടവരാണോ നമ്മള്? കഅബ നമ്മളോടൊപ്പം ചേർക്കേണ്ട ഒരു ബഹുമാനമുള്ള ചെറിയ സംഗതിയാണോ? നമ്മളെ ചേർത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയതാണോ പരിശുദ്ധമായ കഅബ? നമ്മളോട് ചേർത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയതാണോ ഖുബ്ബത്തുൽ ഖളറ? നമ്മളോട് ചേർത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയതാണോ മസ്ജിദുൽ മദീന? വലിയ ബഹുമാനമല്ലേ ഇവക്കുള്ളത്. ആ ബഹുമാനം കളയുന്ന തരത്തില് നമ്മുടെ സ്വന്തം ശരീരത്തോട് ചേർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും മസ്ജിദുൻ നബവിയുടെ ഉള്ളിലും പരിസരത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുറ്റത്ത് വെച്ച് ലൈവായി സംസാരിക്കുന്നതിന് പോലും യാതൊരു മടിയും ഇല്ല. ബഹുമാനം പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം സിയാറത്തിന് പോയാൽ മതി.
ബഹുമാനം പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം സിയാറത്തിന് പോയാൽ മതി. ചില ആളുകൾക്ക് തൊട്ടടുത്ത് നിൽക്കാതിരുന്നാൽ സിയാറത്ത് മഖ്ബൂലായി കിട്ടൂല. അങ്ങനെയാണ് ചില ആളുകൾക്ക്. ഇത് മഖാമാണെങ്കിൽ, മമ്പർത്ത് പോയാലും മടൂർ പോയാലൊക്കെ ഇത് മഖാമാണെങ്കിൽ ആ മഖാമിലേക്ക് ഇങ്ങോട്ട് ചേർത്തി നിന്നിട്ട് മഖാമിനങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭദ്രാക്കണം. എന്നാലേ അവർക്ക് സിയാറത്തിന്റെ രസം കിട്ടുള്ളൂ. സിയാറത്തിന് പോകുന്ന ആൾ എങ്ങനെയാണ് അടുത്ത് നിൽക്കേണ്ടത്? ഇമാം നബി റളിയല്ലാഹു അൻഹു അതിന്റെ ആദാബ് പഠിപ്പിച്ചപ്പോൾ മിൻഹാജിൽ മഹാനവറുകൾ ഉണർത്തി, സിയാറത്ത് ചെയ്യുന്ന ആള് ജീവിതകാലത്ത് അടുപ്പമുള്ളതുപോലെ അടുത്ത് നിൽക്കണം. നമ്മൾ ജീവിതകാലത്ത് ഒരിക്കൽ പോലും കാണാത്ത മഹാന്മാരുടെ അടുത്തേക്കൊക്കെ പറ്റി നിൽക്കാനാണ് നമുക്ക് ആഗ്രഹം, അല്ലേ? അടുത്തന്നെ നിൽക്കണം. എന്നിട്ട് അവരെ മക്കാമിന്റെ മേലെ രണ്ട് കൈയും വെക്കാൻ കഴിയുക, രണ്ട് കൈയും വെക്കണം. കാല് വെക്കുന്നത് പിന്നെ ആൾക്കാർ എല്ലാവരും സമ്മതിക്കാത്തോണ്ടായിരിക്കും. അല്ല, അവരങ്ങോട്ട് മൊത്തം കൊണ്ട് കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിക്കാൻ കഴിയോ? എന്നാ അങ്ങനെ പിടിക്കണം. അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് ചാരി കിടക്കാൻ കഴിയോ? അങ്ങനെ കിടക്കണം. അങ്ങനല്ല. എങ്ങനെയാണ് നമ്മൾ അവരോട് അടുപ്പമുള്ളത്? നമ്മൾ അവരോട് കാര്യമായിട്ട് അടുപ്പുള്ളത് എത്രയാ? വളരെ ദൂരത്താ. നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവരെ കാലത്ത് ജീവിച്ചിട്ടില്ല. മഹാന്മാരായ ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് ആദാവ് പഠിപ്പിച്ചെന്ന പോലെ നമ്മൾ സിയാറത്ത് ചെയ്യണം. അങ്ങനെ സിയാറത്ത് ചെയ്യേണ്ടത്. എന്നോട് ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച് വന്നത് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ച് വന്നത്? എനിക്ക് ആ ദ്വാരത്തിന്റെ ആ അടുത്ത് നിന്നുകൊണ്ട് തന്നെ സലാം പറയണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് ഒരു സലാം പറഞ്ഞ പോരെ? എന്നിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്ന ആ മുത്തവ്വമാരെ കുറ്റം പറയാ, ചീത്ത പറയാ. എത്ര വലിയ ബഹുമാനം പാലിക്കേണ്ട സ്ഥലമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുമുറ്റത്ത് വെച്ച്, തങ്ങളെ വീടിന്റെ മുറ്റത്ത് വെച്ച് ഉച്ച സമയത്ത് തങ്ങൾ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മുറ്റത്തുനിന്ന് അങ്ങോട്ട് വിളിച്ചു. ചില ആളുകൾ വന്നിട്ട് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നതാണ്. മുറ്റത്ത് വെച്ച് തങ്ങളെ വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു. അവരെ പറ്റി എന്താ അല്ലാഹു തആല പറഞ്ഞ്? അക്സറുഹും ലാ യഅഖിലൂൻ. ആ വിളിച്ച ആൾക്കാരിൽ അധികവും ബുദ്ധി ഇല്ലാത്തവരാണ് നബിയെ. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. മുറ്റത്ത് വെച്ച് തങ്ങളെ വിളിച്ച് ഉണർത്തിയ ആളുകൾ അവരധിക പേരും ബുദ്ധിയില്ലാത്തവരാണ്. അവർ ചെയ്യേണ്ടത് എന്താ? വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. തങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അവർ ക്ഷമിച്ചവിടെ നിന്നിരുന്നെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അങ്ങനെ വിളിക്കാൻ പറ്റൂല, അങ്ങനെ ശബ്ദിക്കാൻ പറ്റൂല. തങ്ങൾ ഉച്ചക്ക് വീട്ടിൽ വിശ്രമിക്കുക, പുറത്ത് വീടിന്റെ മുറ്റത്ത് വന്ന് അങ്ങനെ വിളിക്കാൻ പറ്റൂല. നമ്മളിൽ ഒരാൾ അങ്ങനെ വന്ന് വിളിച്ചെറുതിട്ട് എന്ത് വരാനാ? ഈ ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഒരു സംശയം ചോദിക്കാൻ 20 വർഷം തന്റെ ഉസ്താദിന്റെ കൂടെ നടന്ന മഹാന്മാരുണ്ട്. ഉസ്താദിന്റെ മുഖം നോക്കുമ്പോൾ ഹൈബത്തുള്ള മുഖമാണ്. ഇപ്പൊ ചോദിക്കാൻ പറ്റിയ നേരമില്ലാന്ന് കരുതി മടങ്ങിപ്പോയി. അങ്ങനെ 21ാമത്തെ വർഷം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, 20 കൊല്ലമായി ഞാൻ നിങ്ങളോടുകൂടെ എങ്ങനെ നടക്കുന്ന ഒരു വിഷയം ചോദിക്കാനാണ്. ഇത്രയും നേരം എനിക്കതിന് സമയമായിട്ടില്ല എന്ന് തോന്നി. ഇപ്പോഴാണ് എനിക്കതിന് സമയമായി എന്ന് തോന്നിയത്. ഞാനത് ചോദിക്കട്ടെ? ചോദിച്ചോളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്. ഇതേ ആയത്ത് കേട്ടിട്ട് ഒരിക്കലും ഉസ്താദുമാരെ റൂമിന് മുട്ടാതെ, ബാപ്പ ഉമ്മമാരെ റൂമിന് മുട്ടിയിടങ്ങേറാക്കാതെ ബഹുമാനം പാലിച്ച എത്ര മഹാന്മാരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ സിയാറത്തിന് പോകുന്ന ഒരാള് ഉച്ചത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വെച്ച് സലാം പറയാൻ പറ്റുമോ? സാധാരണ നമ്മൾ ഇവിടെ ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് മീതെയായിട്ട് ഉറക്കെ ഒരാൾ അവിടെ നിന്ന് സലാം പറയാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിനോട് സലാമാ പറയുന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്ന ഒരാള് പതുക്കെയാണ് സലാം പറയേണ്ടത്, ബഹുമാനത്തോടെയാണ് സലാം പറയേണ്ടത്.
ബഹുമാനത്തിന് എതിരാകുന്ന ഒരു ശൈലിയും ആ സിയാറത്തിലോ ആ സലാമിലോ അവിടെയുള്ള നടത്തത്തിലോ നോട്ടത്തിലോ ഒന്നിലും ഉണ്ടായിക്കൂടാ. മസ്അല ചോദിക്കാൻ വേണ്ടി പള്ളിയുടെ ഉള്ളിൽ വന്ന അബൂ ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരിയോടാണ് പള്ളിയുടെ ഉള്ളിൽ ദർസ് നടക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദബ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് മസ്അല ചോദിക്കാൻ വേണ്ടി വന്നാലും നിങ്ങൾ ചോദിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ പള്ളി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ പള്ളിയുടെ ചാരത്ത് വിശ്രമിക്കുന്ന നേതാവ് ആരാണെന്ന് ഓർമ്മയുണ്ടോ? അവരുടെ മുന്നിൽ വെച്ച് ശബ്ദമുയർത്തിയാലുള്ള ഗതികേട് എന്താണെന്നറിയുമോ? അൻതഹബതു അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഭരണാധികാരിയോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുന്നു. നിങ്ങളെ സർവ്വ അമലുകളും നിസ്കാരവും നോമ്പും ഹജ്ജും സ്വതക്കയും ഖുർആനോത്തും ഇത്തികാഫും സക്കാത്തും എല്ലാം നിഷ്ഫലമായി പോകും. അറിവില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തുകൂടാ. നല്ലോണം അറിവോടുകൂടെയാണ് സിയാറത്തിന് പോകേണ്ടത്. നല്ല അറിവോടുകൂടെയാണ് സിയാറത്തിന് എത്തേണ്ടത്. ബഹുമാനമാണ് അതിന്റെ കാതലായ വശം. അത് ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ ദർസ് നടത്തുമ്പോൾ എന്തൊരു ബഹുമാനമാണ്. ബഹുമാനം കൊണ്ടല്ലേ സഹോദരങ്ങളെ, അതിരറ്റ സ്നേഹവും ബഹുമാനവും കൊണ്ടല്ലേ ഹദീസ് ദർസ് നടത്തുമ്പോ ഇരുന്നു കൊണ്ട് ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നെ കുനിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഏതാ റുക്കൂയിലേക്ക് പോകുന്ന പരുവത്തിലാകുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്നു, അല്ല ഉസ്താദേ, ഞങ്ങൾക്ക് ഹദീസ് ഓതി തുടങ്ങുമ്പോ നിങ്ങൾ ഇരുന്നിട്ടാണല്ലോ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ എഴുന്നേറ്റു. നിന്നതും നേർക്ക് നേരെയുള്ള നൃത്തമല്ല, ഒന്നിങ്ങനെ താഴ്ന്നൊരു നൃത്തമാണ്. പിന്നെ കുറച്ചുകൂടി ഉസ്താദ് താഴോട്ട് പോകുന്നു, പിന്നെ റുക്കൂയിലേക്ക് പോവുകയാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ ഉസ്താദ് ഒന്ന് പതുക്കെ വീണ്ടും കുനിയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇവിടം വന്ന് ഹദീസ് നിങ്ങൾക്ക് ഓതിത്തരുമ്പോ ഞാൻ കാണുന്ന കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോ ഈ സദസ്സിലേക്ക് വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്നിധ്യം അനുഭവിക്കുമ്പോ എനിക്കെങ്ങനെ ഇരിക്കാൻ കഴിയും? എനിക്കെങ്ങനെ നേർക്ക് നിൽക്കാൻ കഴിയും? നേർക്ക് നേരെ നിൽക്കാൻ എനിക്കെന്താണ് യോഗ്യത? ഞാനൊന്ന് കുനിഞ്ഞു പോവുകയാണ്. എന്തൊരു ബഹുമാനമാണ്! വുളൂഇലായിട്ടല്ലാതെ ഒരു ഹദീസും പറഞ്ഞു കൊടുത്തിട്ടില്ല. തലപ്പാവ് ധരിച്ചിട്ടല്ലാതെ ഒരു ഹദീസും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വീട്ടിൽ തയ്യാറാക്കിയ സ്ഥലത്ത് ഇരുന്നിട്ടല്ലാതെ ഒരു ഹദീസും പറഞ്ഞു കൊടുത്തിട്ടില്ല. വീട്ടിൽ വരുമ്പോൾ ആളുകൾ മസ്അല ചോദിക്കാനാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് മഹാനവറുകൾ പുറത്തു വരും, മസ്അല പറഞ്ഞു കൊടുത്ത് ആളെ വിടും. ഹദീസ് ചോദിക്കാനാണ് വന്നത് എന്ന് അടിമ പോയി പറഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കാൻ പറയുമെന്ന് പറയും. വീട്ടിന്റെ ഉള്ളിൽ പോയി ഒന്ന് കുളിക്കും, ഡ്രസ്സ് ധരിക്കും, അത്തറ് പൂശും, തലപ്പാവ് ധരിക്കും. ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വേറൊന്നിനും ഇരിക്കൂല. മസ്അല പറയാൻ അവിടെയല്ല ഇരിക്കുക. ജനങ്ങൾക്ക് ആർക്കെങ്കിലും സന്ദർശനത്തിന് വേണ്ടി അവിടെ ഇരിക്കൂല. കുടുംബങ്ങളുമായി സംസാരിക്കാൻ അവിടെ ഇരിക്കൂല. എന്തൊരു ബഹുമാനാണത്! എന്തൊരു ബഹുമാനാണ് ആ സ്റ്റേജിന്, ആ ഒരു മിമ്പറിന് എന്തൊരു ബഹുമാനമാണ്! അവിടെ ഇരുന്നിട്ട് മഹാനവറുകൾ വന്ന ആൾക്ക് ഹദീസ് അങ്ങ് ചൊല്ലിക്കൊടുക്കുന്നു വല്ലാത്ത ബഹുമാനത്തോടെ. വീട്ടിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ആരെങ്കിലും ഹദീസ് ചോദിച്ചാലോ പറഞ്ഞു കൊടുക്കൂല. അവിടെ ഒന്നും ഹദീസ് പറയാൻ പറ്റൂല. അവർ കണ്ടൊരു ബഹുമാനമാണ്. അവര് പഠിച്ച ഇൽമ കൊണ്ട് അവർ അനുഭവിച്ച് അവർ കാണിച്ചെന്ന ബഹുമാനമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ആ സദസ്സ് കണ്ടപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത ദാഹമായി ഇൽമ പഠിക്കാൻ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലല്ലേ എത്തിയത്. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോ മുതഅല്ലിമുകളെ കയ്യിലൊക്കെ സൗകര്യങ്ങളുണ്ട്, പേനയുണ്ട്, പേപ്പറുണ്ട്. എൻ്റെ കയ്യിൽ ഇതുവരെ ഒരു പേനയും പേപ്പറും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും മക്കയിൽ നിന്ന് എഴുതിയത് അധികവും മരത്തിൻ്റെ കൊമ്പുകളെ കൊണ്ടും
പച്ചിലകളെ കൊണ്ടും കരിക്കഷ്ടകളെ കൊണ്ടുമാണ് ഞാൻ എഴുതിയിരുന്നത്. എല്ലിൻ കഷ്ണങ്ങളിലും തോലിൻ കഷ്ണങ്ങളിലും അതുപോലത്തെ മരത്തടികളിലുമാണ് ഞാൻ ഇൽമ എഴുതിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുത്തഅല്ലിമീങ്ങളെ കയ്യിൽ വലിയ സൗകര്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം. എനിക്കും ആ സൗകര്യങ്ങളൊക്കെ കിട്ടണം. ഇൽമ പഠിക്കുന്ന തുടക്കത്തിൽ വന്ന ആളല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഓതി കൊടുക്കുന്നു. ഇടക്കിടക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പിറകിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ഈ സദസ്സിന്റെ നേരെ പിറകു വശത്ത് കാണാൻ നല്ല സൗന്ദര്യമുള്ള എല്ലാ ഗുണങ്ങളും മേളിച്ചൊരു മുത്തഅല്ലിം ഇരിക്കുന്നു. ആ മുത്തഅല്ലിം ഇടക്ക് വലത്തെ കൈയിന്റെ വിരലിങ്ങനെ നാവിലേക്ക് കൊണ്ടുപോകുന്നു, ഇടത്തെ കൈയിൽ ഇങ്ങനെ വരച്ചു കൂട്ടുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഓതി കൊടുക്കുന്നു, ഇടക്കൊന്ന് അങ്ങനെ നോക്കുന്നു. പിന്നെയും ഹദീസ് ചൊല്ലിക്കൊടുക്കുന്നു, ഇടക്ക് ഇങ്ങനെ നോക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നോക്കുന്നത് അപ്പുറത്ത് ഈ വൃത്തത്തിന്റെ പിന്നിലിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഹദീസിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പതുക്കെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തി സലാം പറഞ്ഞു, ബഹുമാനത്തോടെ ഇരുന്നു. മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഹറമിയുൻ അന്ത, ഹറമിൽ നിന്ന് വരുന്ന ആളാണോ? അമക്കിയുൻ അന്ത, മക്കക്കാരനാണോ? ആ ഖുറശിയുൻ അന്ത, ഖുറൈശ് തറവാട്ടുകാരനാണോ? ഒരൊറ്റ നോട്ടത്തിൽ നേരത്തെ ചോദിച്ചിട്ടോ നേരത്തെ പേഴ്സണായിട്ടുള്ള വിവരങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഫോമിൽ എഴുതിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല. പിന്നെയോ അവരുടെ ഇൽമുൽ ഫറാസ, നോക്കിക്കണ്ട് ചില വിഷയങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു അറിവ് അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. ആ അറിവിന്റെ വെളിച്ചത്തിലാ ചോദിക്കുന്നത്. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആളാണല്ലോ. പക്ഷേ എൻ്റെ ദർസിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇൽമ് ഞാനിവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിറകിൽ ഇരുന്നിട്ട് ഉമിനീര് കൊണ്ട് കളിക്കുന്നത് കണ്ടല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വികാരഭരിതനായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഉസ്താദേ, മുത്തഅല്ലിമീങ്ങളെ കയ്യിലൊക്കെ പേനയുണ്ട്, പേപ്പറുണ്ട്. ഞാനൊരു പാവപ്പെട്ട മുത്തഅല്ലിമാണ്. എൻ്റെ ഉമ്മയാണ് ഇത്രയും കാലം എന്നെ പഠിപ്പിച്ച് വളർത്തിയത്. ഇത്ര കാലം വരെ എനിക്കൊരു പേനയും പേപ്പറും ലഭിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൈവിരൽ പേനയാക്കി, എൻ്റെ മഷിയാക്കിയിട്ട് ഞാൻ എൻ്റെ ഉമിനീര് ഉപയോഗിച്ചു. ഇടത്തെ കൈ ഞാൻ പേപ്പറാക്കിയതാണ്. എവിടെ കൈ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദ് അവിടെ നിന്ന് ഹദീസ് പറയുമ്പോ എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ വരക്കുമ്പോ ആ ഹദീസ് മുഴുവനും ഞാൻ എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എല്ലാ ഹദീസും ഞാൻ എൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലൊന്ന് ചൊല്ലുമോനെ, ഞാനൊന്ന് കേൾക്കട്ടെ. 25 ഹദീസാണ് അന്നത്തെ ദിവസം ആ സദസ്സിൽ വെച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തത്. ഒന്നാമത്തെ ഹദീസ്, അതിൻ്റെ സനദടക്കം ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന മുഴുവൻ ഉസ്താദുമാരുടെ പരമ്പരയും പറഞ്ഞ് ഹദീസ് ഓതിക്കൊടുക്കുന്നു. 25 ഹദീസും ഇരുന്ന ഇരുത്തത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. നല്ലൊരു ശിഷ്യനെയാണ് കൈമുതലായി കിട്ടിയത്. ഉപദേശം കൊടുക്കുന്നു. ഒരുപാട് ഇൽമു പഠിച്ചു വന്ന് ഉപരിപഠനാർത്ഥം മദീനയിലേക്ക് വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം, യാ ബുനയ്യ ഇത്തഖില്ലാഹ്, കുഞ്ഞുമോനെ, തഖ്വ ചെയ്ത് ജീവിക്കണം. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് മുത്തഖീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു വിഭവമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ഒരിക്കലും ദോഷം ചെയ്തു പോകരുത്. നല്ലോണം സൂക്ഷിച്ച് ജീവിക്കണേ, ശ്രദ്ധിച്ച് ജീവിക്കണേ. മുതഅല്ലിമായി ദർസിലേക്ക് വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ദിവസം തന്നെ സൽക്കരിക്കുന്നു.
വീട്ടിലെത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വീക്ഷിക്കുകയാണ്, പഠിക്കുകയാണ്, ഉസ്താദിന്റെ ബഹുമാനം കാണുകയാണ്, ഹദീസിനോടുള്ള ബഹുമാനം കാണുകയാണ്, മസ്അല പറഞ്ഞു കൊടുക്കുന്നതിനുള്ള അവഗാഹം മനസ്സിലാക്കുകയാണ്. വീട്ടിൽ വെച്ച് നല്ല ഭക്ഷണം കൊടുത്തു. രാവിലെ വീണ്ടും അവിടെ താമസിച്ച് രാവിലെ പള്ളിയിലേക്ക് സുബഹിന്റെ നേരമാകുമ്പോ എത്തി. വീട്ടിൽ നിന്ന് തന്നെ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു. പള്ളിയിലെത്തിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ഇമാം മാലിക് തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തൊക്കെയാണ് മോനെ കാണാതെ പഠിച്ചിട്ടുള്ളത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ ഞാൻ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. വലിയ ഒരു ഭാഗ്യമാണല്ലോ ഖുർആനിന്റെ ഹിഫ്ള്. പിന്നെ എന്താ മോൻ പഠിച്ചിട്ടുള്ളത്? മുവത്ത എന്ന് പറയുന്ന കിതാബും ഞാൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത്? മുവത്ത എന്ന് പറയുന്ന കിതാബ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച കിതാബാണ്. മോൻ ആ കിതാബ് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ലൈബ്രറിയിൽ മക്തബയിൽ ഒരു കിതാബ് കണ്ടപ്പോ അത് ഹദീസിന്റെ കിതാബായപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാനതങ്ങനെ മറിച്ചു നോക്കിയത് മുഴുവനായും കാണാതെ പഠിച്ചു. ഇത് കേട്ടപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷവും ബഹുമാനവും. ഈ ശിഷ്യനോട് നല്ല ബുദ്ധിയുള്ള ശിഷ്യനെയാ കിട്ടിയത്, നല്ല പാണ്ഡിത്യമുള്ള ശിഷ്യൻ, കൂടുതൽ അവഗാഹം നേടിയ ശിഷ്യൻ. ഈ ശിഷ്യനെ ഉപയോഗപ്പെടുത്തിയിട്ട് വിജ്ഞാനം വീണ്ടും വീണ്ടും വികസിപ്പിക്കാനും വലുതാക്കാനും കഴിയുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നീണ്ട വർഷക്കാലം 16 വർഷത്തോളം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിപ്പടിച്ചു. ഓതിപ്പടിക്കുന്നതിനിടയിൽ പുറംനാട്ടിൽ നടന്ന ഒരു സംഭവം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. പുറംനാട്ടിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു സഹോദരൻ തൻ്റെ ഭാര്യയോട് ജോലിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകാണ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ല സംഭാവനകൾ കൊടുക്കണം, എല്ലാവരും സഹായിക്കണം. പ്രത്യേകം എല്ലാവരോടും ഉണർത്തുന്നു, ഈ സ്ഥാപനം അൽഹംദുലില്ലാ കുറേ ആളുകൾ സഹായിച്ച അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ കേട്ടല്ലോ. ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ സഹായിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് വിശാലമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറിലേക്ക് നമ്മളെക്കാൾ ഏറെ സന്തോഷം ഈ സദസ്സ് കൊണ്ട് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അവരെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലായി കൊടുക്കട്ടെ. രോഗങ്ങൾ മുഴുവനും അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. നല്ല കാമിലായ ആഫിയത്തും ഇസ്സത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുറംനാട്ടിലൊരു സംഭവം നടന്നു. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോവാണ്, തിരിച്ചു വരുമ്പോ നിനക്ക് 14 രാവിലെ ചന്ദ്രനേക്കാളും പൗർണമിയേക്കാളും നല്ല സൗന്ദര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ തൊലാക്കല്ലു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തൊലാക്കെല്ലാം പുതിയായിട്ട് പറഞ്ഞതല്ല, പറഞ്ഞപ്പോ തൊലാക്ക് വന്നു. ഏതാണ്? നീ നല്ല സൗന്ദര്യവതിയായിരിക്കണം. എത്രത്തോളം സൗന്ദര്യം ഉണ്ടാകണം? 14 രാവിലെ ചന്ദ്രനേക്കാളും സൗന്ദര്യം നിനക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി. ഭർത്താവ് തിരിച്ചു വരാനാകുന്ന സമയത്ത് ഭാര്യ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. ഹലാലാതൊക്കെ പറ്റുമല്ലോ, നമ്മളെ ഭാര്യമാർക്കും പറ്റൂത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ സൗന്ദര്യവതിയായിരിക്കണം ഭാര്യ. ഒരു മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്ക് ലീവിന് വരുന്നതെങ്കിൽ ഭാര്യ നല്ല സൗന്ദര്യവതിയായിരിക്കണം. മൈലാഞ്ചിയൊക്കെ ഇപ്പൊ ചില സഹോദരിമാർ പറയും, ഇനി എവിടെയൊക്കെ മൈലാഞ്ചി, കുട്ടികൾ തന്നെ 5 എണ്ണായി, കുട്ടികൾ തന്നെ 6 എണ്ണായി. അല്ല, മൈലാഞ്ചിയൊക്കെ ഇട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കൽ ഹലാലായത് ഉപയോഗിക്കണ്ടേ? സുന്നത്തല്ലേ? അപ്പോഴല്ലേ വീട്ടിലേക്ക് വരുന്ന ആൾക്കൊരു റാഹത്തുണ്ടാകൂലേ? പറ്റുന്നതൊക്കെ ഉപയോഗിക്കണം. പറ്റാത്ത എപ്പോഴും പറ്റൂല. അത് കല്യാണത്തിന് സമയത്തും പറ്റൂല, മുമ്പും പറ്റൂല, ശേഷവും പറ്റൂല. പറ്റുന്നതൊക്കെ ഉപയോഗിക്കണം. ഈ സഹോദരി ഭർത്താവ് വരാനായപ്പോൾ എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചു, നല്ല ഭംഗിയിലായിട്ട് നിന്നു. വീട്ടിലേക്ക് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, അല്ല
നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ 14-ാം രാവിലെ ചന്ദ്രനേക്കാളും സൗന്ദര്യവതിയായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തൊലാക്കല്ലെന്നല്ലേ പറഞ്ഞ്? ഞാൻ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ തൊലാക്കല്ലണം. പിന്നെ എൻ്റെ തൊലാക്കുമ്പോൾ നമ്മൾ ഉണ്ടാകും വേറിട്ടായിരിക്കും ജീവിതം. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഇപ്പോൾ ഒരു 14-ാം രാവിലെ ചന്ദ്രനേക്കാളും വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കണം. പിന്നെ അടുത്തൊരു വിഷയമുള്ളത്, മറ്റൊരു ഭാഗമുള്ളത് തൊലാക്കാണ്. അല്ലെങ്കിൽ തൊലാക്കല്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെ ആയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കണം, ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂലേ എന്ന്. അദ്ദേഹം ആകെ നിരാശനായി നാട്ടിലൊക്കെ പോയി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, 14-ാം രാവിലെ ചന്ദ്രനേക്കാളും സൗന്ദര്യം നിങ്ങളെ ഭാര്യക്കോ? അതിപ്പോ എങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തൊലാക്ക് പോയി എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പൊ അത് വല്ലാത്ത സങ്കടത്തില്, രണ്ട് കുടുംബവും സങ്കടത്തിലായി. തൊലാക്ക് അങ്ങനെ ചൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലോ നീയത്തിലോ വന്നതല്ല, പറഞ്ഞപ്പോ ഒരു തൊലാക്കും വന്നു പോയതാണ്. തൊലാക്ക് നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ദേഷ്യം പിടിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കല്ല അത്. കാര്യത്തിലും കളിയിലും പറയേണ്ട ഒരു വാക്കല്ല അത്, ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു വാക്ക് വന്നു പോയില്ലേ, ഇനി എന്ത് ചെയ്യും? പണ്ഡിതന്മാരൊക്കെ പറഞ്ഞപ്പോ ചിലര് പറഞ്ഞു, തീരുമാനം എടുക്കണ്ട, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലുണ്ട്, അവിടെ കൂടി ഒന്നുകൂടി പോയി ചോദിക്കാന്ന് പറഞ്ഞു. അത് അന്നത്തെ പണ്ഡിതന്മാർക്ക് മൊത്തത്തിലുള്ള ഒരു ബഹുമാനം സ്വഭാവമാണ്. ലാ യുഫ്താ വ മാലിക്കും ഫിൽ മദീന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരിക്കെ മറ്റുള്ളവരാരും തീർത്തും ഫത്വ നൽകൂല. എല്ലാവരും അങ്ങോട്ട് വിടും. അവസാനം അവിടെ ഒന്ന് ചോദിച്ചേക്ക്, തീർപ്പാക്കാൻ വേണ്ടിയിട്ടൊന്ന് മദീനയിലേക്ക് പോയി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കണ്ടേക്ക്. ഈ രണ്ട് കുടുംബങ്ങളും മദീനയിലെത്തി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസിലെത്തിയിട്ടില്ല. അപ്പൊ ശിഷ്യന്മാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു. മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഓതുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നവരും ഉള്ളിലേക്ക് വരുന്നവരും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വരുമല്ലോ. കൂട്ടത്തിൽ ഒരു ചെറിയ ചെറുപ്പക്കാരനായ കുട്ടി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണത്. ഈ വന്ന ആൾക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ അവരൊരു മുത്തഅല്ലിം ചോദിച്ചതല്ലേ എന്ന് കരുതിയിട്ട് അവർ സംഭവം പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അമ്മോശൻ കാക്ക പറഞ്ഞു, ഇതെന്റെ മരുമകനാണ്, എൻ്റെ മോളോട് ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് നാട്ടിൽ നിന്ന് ആലിമീങ്ങളൊക്കെ തൊലാക്ക് പോകുന്നു പറഞ്ഞ് ഞങ്ങൾ പേടിച്ചിങ്ങോട്ട് വന്നതാണ്. അപ്പൊ ആ മുത്തഅല്ലിമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, തൊലാക്ക് പോകുന്നില്ല, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. തൊലാക്ക് പോകുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് കാണാൻ വന്നത് ഉസ്താദിനല്ലേ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണാനല്ലേ വന്നത്. അവര് മാലിക് ഇമാം തങ്ങൾ വരുന്നവരെ കാത്തു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വന്നപ്പോ മഹാനവറുകളുടെ മുന്നിൽ ഈ പ്രശ്നം അവർ അവതരിപ്പിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു വെച്ച് മഹാനവറുകൾ പറഞ്ഞു, സംഗതി വലിയ ഗുരുതരമായ സംഗതിയാണ്, ത്വലാഖ് പോകുമല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് പറഞ്ഞു, ഉസ്താദെ ഈ ദർസിലൊരു മുത്തഅല്ലിം പറഞ്ഞിട്ടുണ്ട് ത്വലാഖ് പോകില്ല. ഈ ദർസിലെ ഉസ്താദിന്റെ ദർസിലൊരു ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട് ത്വലാഖ് പോകൂല എന്ന്. അപ്പൊ അങ്ങനെ ഒരു ശിഷ്യൻ പറഞ്ഞ ആ ശിഷ്യനെ ഇവിടുന്ന് പുറത്താക്കണം എന്നല്ല, ആ ശിഷ്യന്റെ ഇൽമും ഈ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത ഇൽമന്നല്ലേ, ആ ശിഷ്യനെ വിളിക്കൂന്ന് പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനത്തോടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ വന്നു. ചോദിച്ചു, മോൻ ഇവർ പറഞ്ഞതൊക്കെ കേട്ടോന്ന് ചോദിച്ചു. അവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഉസ്താദെ, ഉസ്താദിനോട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞു. എന്നിട്ട് മോൻ എന്താ പറഞ്ഞത്? ത്വലാഖ് പോകൂല എന്നാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ മോൻ അങ്ങനെ കിട്ടിയത്? ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക്. ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നല്ല ബുദ്ധിമതിമാരായ ശിഷ്യന്മാരെ കൊണ്ട് ഉസ്താദുമാർക്കുള്ള കൺകുളിർമ ചെറുതല്ല. അവരെ മനസ്സിന് വരുന്ന സന്തോഷം, ദീനിനെ ആ ഉസ്താദുമാരെ കൊണ്ട്, ആ ശിഷ്യന്മാരെ കൊണ്ട് കിട്ടുന്ന ഉയർച്ച കൊണ്ട് ആ ഉസ്താദുമാരെ മനസ്സിൽ വരുന്ന കുളിര് അത് വർണ്ണിക്കാൻ കഴിയൂല, വാക്കുകളെ കൊണ്ട് വരച്ചു തീർക്കാൻ കഴിയൂല, എഴുതി തീർക്കാൻ കഴിയൂല. അത്രയും അവാച്യമാണത്. മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ഉസ്താദുമാർക്ക് വലിയ ഉയർച്ച അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദുമാർക്കൊക്കെ അവർക്കുള്ള കൺകുളിർമ എത്ര ഉണ്ടാകും? അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വലിയ സന്തോഷല്ലേ. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ കൺകുളിർമയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കൊണ്ട് കിട്ടിയത്. ചെറുതല്ല, എത്രമാത്രം വലിയ കുളിർമയാ കിട്ടിയത്. അങ്ങനെ ഓരോ ശിഷ്യനെ അവർ നടത്തിയ പ്രവർത്തനങ്ങളെ കൊണ്ട്, അവരെ കൊണ്ട് കിട്ടിയ ഉപകാരങ്ങളെ കൊണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തഫ്സീറൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ,
ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടില്ലേ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു സംവിധാനിച്ചു ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ. മനുഷ്യന്റെ സൗന്ദര്യം കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടി അത് മനുഷ്യനാണ്. അങ്ങനെ നോക്കുമ്പോ ഉസ്താദെ, ആ പൗർണമിയെക്കാളും സൗന്ദര്യം ആ പെണ്ണിനല്ലേ? ഉസ്താദ് പറഞ്ഞു, മുത്തഅല്ലിം പറഞ്ഞാൽ ശരി, തൊലാക്ക് പോകൂല. ഉസ്താദിന്റെ മനസ്സിൽ വന്ന സന്തോഷം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ആ അവഗാഹമുള്ള, ബുദ്ധിയുള്ള, നല്ല പാണ്ഡിത്യമുള്ള മുത്തഅല്ലിമിനെ കൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്ന സന്തോഷം എത്ര വലുതാണ്! ചെറുതല്ല, വലിയ സന്തോഷമാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കൊണ്ട് കിട്ടിയ സന്തോഷം, അതേ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കൊണ്ട് ഒരു സന്തോഷമൊന്നുമല്ല. 16 വർഷക്കാലത്തെ പഠനത്തിന് ശേഷം, ഞാൻ ആ ചരിത്രം വിശദീകരിക്കല്ല, ഇമാം ഷാഫി റളിയല്ലാഹുവിന് നജ്റാനിൽ ഒരു ജോലി കിട്ടി. സ്വന്തം കുടുംബക്കാരിൽപ്പെട്ട ഒരാൾക്ക് കിട്ടിയ ജോലിയാണ്, സർക്കാർ ജോലിയാണ്. പല പണ്ഡിതന്മാരും ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോകുമ്പോൾ ഒരു പക്ഷേ ദർസ് നടത്താനും മറ്റും സൗകര്യം കുറഞ്ഞു പോകും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഉമ്മാനെ ഒന്ന് സഹായിക്കാനാണ്. എന്നെ പഠിച്ചു വലുതാക്കിയത് എൻ്റെ ഉമ്മയാണ്. അതിനുവേണ്ടി ഹലാലായ തൊഴിലെടുത്തിട്ടാണ് ഉമ്മ എന്നെ പഠിപ്പിച്ചത്. ആ ഉമ്മാക്ക് ഞാൻ ഒത്താശ ചെയ്യണം, ആ ഉമ്മാക്ക് ഞാൻ സേവനം ചെയ്യണം, ഉമ്മാന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കണം. അതിനെനിക്കൊരു സമ്പാദ്യം, അത് കുടുംബക്കാരിൽപ്പെട്ട ഒരാൾക്ക് കീഴിൽ നജ്റാനിൽ ഭരണത്തിന്റെ കീഴിൽ ഒരു തൊഴിൽ കിട്ടിയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ തൊഴിലിൽ ഏർപ്പെടുത്തിയ തൊഴിലിൽ മഹാനവറുകൾ ജോയിന്റ് ചെയ്തു. അത് വലിയൊരു തൊഴിൽ തന്നെയാണ്. പക്ഷേ മേലുദ്യോഗസ്ഥൻ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനാണ്. ഓഫീസിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഷാഫി ഇമാം തങ്ങൾക്ക് കിട്ടിയത്. ആ ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്ന ഫയലുകൾ മുഴുവനും അവസാനം ഒപ്പിടേണ്ട ആൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവാണ്. ഏത് ഫയൽ വന്നാലും ഷാഫി ഇമാം തങ്ങൾ ഒന്ന് വായിച്ചു നോക്കും, ശരീഅത്തിന് അനുകൂലമാണോ, ഒപ്പിട്ട് പോയി. അള്ളാന്റെ ദീനിന് പ്രതികൂലമാണോ, അതിലൊപ്പിടൂല. ആളെത്ര വലിയ മുതലാളിയായിരുന്നാലും, എത്ര കോടിപതിയായിരുന്നാലും, എത്ര സ്ഥാനപതിയാണെങ്കിലും, എത്ര വലിയ പൗരപ്രമുഖനാണെങ്കിലും, ഭരണത്തിൽ എത്ര പിടിപാടുള്ള ആളാണെങ്കിലും, അള്ളാന്റെ ദീനിന്റെ നിയമത്തിന് എതിരാണോ ഇമാം ഷാഫി തങ്ങൾ ആ ഫയൽ മുന്നോട്ട് വെക്കൂല. അതിമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഇൽമ കൊണ്ട് കിട്ടിയ ഉപകാരമല്ലേ? ഉസ്താദുമാർക്ക് അതിൽ സന്തോഷിക്കാനില്ലേ? മാതാപിതാക്കൾക്ക് അതിൽ കൺകുളിർമയേകാനില്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ ഓഫീസിൽ അങ്ങനെ ഇരിക്കുമ്പോ ഓഫീസിലെ മേലുദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹിൽ ബർബറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം രാജാവിന് ഹാറൂൻ റഷീദിന് കത്തെഴുതുന്നു, ഇവിടെ ഒരു ഖുറൈശി പണ്ഡിതൻ വന്നിട്ടുണ്ട്, നേർക്ക് നേരെ ഭരണം നടത്താൻ അദ്ദേഹം അയക്കുന്നില്ല. എല്ലാ ഫയലും പോയാലേ മൂപ്പര കീശയ്ക്ക് കാശ് വരുള്ളൂ. അതിന് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കിട്ടണ്ടേ? അവസാനം ഒരുപാട് കത്തുകൾ ഭരണകേന്ദ്രമായ ബഗ്ദാദിലേക്ക് മനുഷ്യൻ എഴുതി. അവസാനത്തെ ഒരു കത്തിൽ പറഞ്ഞു, നിങ്ങളെ ഭരണത്തിന്റെ എതിരാളിയായ റാഫിലിയാക്കളിൽപ്പെട്ട ആളാണ് ഈ വന്നിരിക്കുന്ന ഖുറൈശി പണ്ഡിതൻ, അലവിയാക്കളിൽപ്പെട്ട ആളാണ്. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം എന്നറിയോ? ഇമാം ഷാഫി റളിയല്ലാഹുവിന് ഏറ്റവും മഹബ്ബത്തുള്ള ഒരു കൂട്ടരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ കുടുംബത്തോട് വല്ലാത്ത സ്നേഹമാണ്. അപ്പൊ ഒരു തങ്ങളുട്ടിയാണ്, ഒരു സയ്യിദാണ് എന്ന് കണ്ട ഷാഫി ഇമാം റളിയല്ലാഹുവിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതും ഹദിയ കൊടുക്കുന്നതും കണ്ട് അത്ഭുതപ്പെട്ടു. അത്രയും വലിയ ഇഷ്ടമാണ്. ഇതിലാക്കിയിട്ട് അന്നത്തെ ഭരണത്തിന്റെ എതിരാളികളായ അലവിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരെ കൂട്ടത്തിൽ ഷാഫി ഇമാം തങ്ങളെ പെടുത്തിയിട്ടൊരു കത്തെഴുതി. അതിൽ പെട്ട ആളാണ്. അപ്പൊ ഹാറൂൻ റഷീദ് വിളിപ്പിച്ചു, ഇത് സംഗതി ഗുരുതരാണല്ലോ എന്ന് എഴുതിയിട്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു ബഗ്ദാദിലേക്ക്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് ബഗ്ദാദിലെത്തി. ഷാഫി ഇമാം തങ്ങളോട് ഭരണകേന്ദ്രത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ഇവിടെ ഉണ്ട്, ബഗ്ദാദ് വിട്ട് പുറത്തു പോകാൻ പാടില്ല, നിങ്ങളെ കേസിന് വിളിക്കുന്ന ദിവസം നിങ്ങൾ ഇവിടെ ഹാജരാകണമെന്ന് പറഞ്ഞു.
ഇമാം ഷാഫി റളിയല്ലാഹുവിനെ വീക്ഷിക്കാൻ വേണ്ടി വേറെ ഒരു സൈന്യത്തെ, ഒരു സംഘത്തെ രാജാവ് ഏൽപ്പിച്ചു. ഇങ്ങനെ തടവറയിലായിട്ട് ഷാഫി ഇമാം തങ്ങൾക്ക് വല്ല കുറവുണ്ടോ വല്ല വിഷമമുണ്ടോ എന്ന് പറയണേ. എന്ത് വിഷമം? ഹക്കായ മാർഗത്തിലല്ലേ ഇമാം ഷാഫി റളിയല്ലാഹുവിന് ജീവിച്ചത്. നേരം വെളുത്താൽ ചോദിക്കും, അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ശിഷ്യന്മാരെ ദർസ് എവിടെയാണ്? അപ്പൊ ഒരാൾ പറയും, അവിടെ അബൂ യൂസുഫ് തങ്ങളെ ദർസുണ്ട്, അങ്ങോട്ട് പോകും. ആ ദർസിലിരിക്കും, ഹൽക്കയുടെ ബാക്കിലിരിക്കും, സംശയങ്ങൾ ചോദിക്കും, ഉത്തരം കിട്ടും, വീണ്ടും സംശയം ചോദിക്കും, വീണ്ടും ഉത്തരം വരും, വീണ്ടും സംശയം. ഇങ്ങനെ പഠിക്കല്ലേ. തൻ്റെ അടുത്ത് ഓതാൻ വരുന്ന ശിഷ്യന്മാർക്ക് ഹദീസ് ഓതിക്കൊടുക്കും, തഫ്സീർ പറഞ്ഞു കൊടുക്കും, ഫിഖ് പറഞ്ഞു കൊടുക്കും, ഗോളശാസ്ത്രം പറഞ്ഞു കൊടുക്കും, മാത്തമാറ്റിക്കൽ പറഞ്ഞു കൊടുക്കും, എല്ലാ വിജ്ഞാന ശാഖകളും പറഞ്ഞു കൊടുക്കും. ഷാഫി ഇമാം തങ്ങൾ മരച്ചുവട്ടിൽ ഇരുന്നിട്ട് ശിഷ്യന്മാർക്ക് ദർസ് നടത്തുന്നത് കണ്ടപ്പോൾ ഈ ഇന്റലിജൻസ് വിഭാഗം പറഞ്ഞു, ഇങ്ങനെ ദർസ് നടത്താൻ കഴിവുള്ള ആൾ ഒരിക്കലും കുറ്റം ചെയ്തിട്ടുണ്ടാവൂല. കാരണം കുറ്റം ചെയ്ത ആൾക്ക് തടവറയിലാണ് എന്നുള്ളൊരു വിഷമവും ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം തന്നെ അല്ലല്ലോ, അങ്ങനത്തെ ഒരു സംഗതി തന്നെ അല്ലല്ലോ. ദർസല്ലേ ആ നടത്തുന്നത്. ആ ദർസിലേക്കല്ലേ ഓരോ ഭാഗത്തുനിന്നും ഷാഫി മാമതങ്ങളും ബഗ്ദാദിൽ എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് നാനാഭാഗത്തുനിന്നും വാഹനത്തിൽ ശിഷ്യന്മാർ വരികയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാം തങ്ങളെ വലിയൊരു ശിഷ്യനാണ്. അവരെ ദർസിൽ പോയിരിക്കുന്ന ഒരു ദിവസം ദർസിൽ പോയിരുന്നിട്ട് മഹാനവർകൾ ചോദ്യം ചോദിച്ചു, സംശയം ചോദിച്ചു. അപ്പോഴേക്ക് ഉസ്താദ് ചോദിച്ചു, ആ സംശയം ചോദിച്ച ആൾ ആരാണ്? നമ്മൾ ഈ നാട്ടിലുള്ള ആളാവില്ലല്ലോ എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ ഹസൻ തങ്ങൾ പറഞ്ഞു, ആ സംശയം ചോദിച്ച ആള് ഈ നാട്ടിലുള്ള ആളാവില്ലല്ലോ, പുറത്തുള്ള നാട്ടിൽ നിന്ന് വന്ന ആരോണാണല്ലോ. നല്ല സംശയമാണല്ലോ ചോദിച്ചത്. മറുപടി പറഞ്ഞപ്പോ ഉപചോദ്യം പിന്നെയും ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ ഇമാം തങ്ങളെ ശിഷ്യന് തന്നെ വലിയ സന്തോഷായി. കാരണം ഈ ചോദ്യം ചോദിക്കുന്ന ഈ കുട്ടി വലിയ ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്, ചെറുപ്പക്കാരാണ്, സാധാരണ ആളല്ല. ഇത്രയും കാലം ശിഷ്യന്മാർ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതും പഠിക്കുന്നതും. നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ? ഹാറൂൻ റഷീദ് കേസിന്റെ ദിവസം വന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു രാജാവിന്റെ ദർബാർ ഹാളിലേക്ക്. ആ രാജാവിന്റെ ദർബാർ ഹാളിൽ കുറ്റപത്രം വായിക്കാൻ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് വാളും പിടിച്ച് ആരാചാറുണ്ട്, അപ്പുറത്ത് ജയിലൊക്കെ റെഡിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിളിക്കാൻ വേണ്ടി ഒരാൾ വന്നു രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന്. കേസിന്റെ ദിവസം ഇന്നാണ്, പോകല്ലേ എന്ന് പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഒരു മിനിറ്റ്, അങ്ങോട്ട് പോകണ്ടേ, ഞാനൊന്ന് ഉളു കൊടുത്താട്ടെ എന്ന് പറഞ്ഞു. ഉളു കൊടുത്ത് യാത്ര ചെയ്യാനുണ്ടല്ലോ, 2 റക്അത്ത് നിസ്കരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം നോക്കുന്നു, ഈ കൂടെ വന്ന ഭൃത്യൻ നോക്കുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഒരു മാറ്റവും കാണുന്നില്ല. സങ്കടമോ വിഷമമോ എന്തെങ്കിലുമൊക്കെ കുടുംബത്തെ പറ്റി പരാതിയോ അല്ലെങ്കിൽ രാജാവിനെ പറ്റിയുള്ള ചോദ്യം ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, സാധാരണ നമ്മൾ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ രാജാവ് എങ്ങനെ ശിക്ഷിക്കുക, എന്താ രാജാവ് ചെയ്യുക, എന്താ അവസാനം ഉണ്ടാകുക എന്നൊക്കെ പലരും ചോദിക്കും. ഒന്നും ചോദ്യമില്ല. രാജാവിന്റെ ഹാളിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ റൂമിൽ അങ്ങോട്ട് കയറിയപ്പോ കുറച്ചു നേരം അവിടെ നിന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഭൃത്യൻ നോക്കുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തോ ചൊല്ലുന്നുണ്ട്. രണ്ടാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ കുറച്ചു നേരം നിന്നു, എന്തോന്ന് ചൊല്ലി. പിന്നെ അടുത്തത് ഹാളിലേക്കാ പ്രവേശിക്കുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടപാടെ ഹാറൂൻ റഷീദ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. വലിയ ബഹുമാനത്തോടെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് മുന്നിലേക്ക് വരികയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, അല്ല ഉസ്താദേ, നിങ്ങളാണോ എൻ്റെ ഭരണത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആള്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് കത്തയച്ച ആള്, കത്തയക്കാനുള്ള കാരണവും അദ്ദേഹം തുരുതുരാ എത്ര കത്തുകളയച്ചു എന്ന് രാജാവിനറിയില്ലേ? അതിൻ്റെ ഒക്കെ കാരണം ഞാൻ നിങ്ങളെ ഭരണത്തിനെതിരായി പ്രവർത്തിച്ചതല്ല, അള്ളാഹുവിന്റെ ദീനിന് എതിരായിട്ട് ചില കാര്യങ്ങൾ എഴുതിയിട്ട് കടലാസുകളിൽ ഒപ്പുവെക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോ ദീന് പഠിച്ചതിന് എതിരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഒപ്പുവെക്കാത്തത് കൊണ്ട് നിങ്ങളോട് ഞാൻ അലവിയാക്കളിൽപ്പെട്ട ആളാണ് എന്ന് എഴുതിയതാണ്. ഒരിക്കലും നിങ്ങളെ ഭരണത്തിന് എതിരായിട്ട് ഇന്ന് വരെ ഞാൻ ശബ്ദിച്ചിട്ടില്ല.
അള്ളാന്റെ ദീനിന് എതിരായിട്ട് വല്ലതും നിങ്ങളെ ഭരണത്തിൽ കാണേണ്ടി വന്നാൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. അതെന്റെ ബാധ്യതയാണ്. അതിലൊരു രാജാവും എനിക്ക് പ്രശ്നമല്ല, ഒരു നേതാവും എനിക്ക് പ്രശ്നമല്ല, ഒരു ഭരണാധികാരിയും എനിക്ക് വ്യത്യാസമില്ല. രാജാവ് കുറച്ചു കഴിഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. ഏത് കസേരയില്? രാജാവ് ഇരുന്ന കസേരയില്. രാജാവ് താഴെ ഇരിക്കുന്നു. എന്നിട്ട് ഉപദേശം തേടുന്നു. നിങ്ങൾ കുറ്റക്കാരനല്ല. നിങ്ങളെ ഇൽമ് കണ്ടപ്പോൾ, നിങ്ങളെ ഇൽമിന്റെ ആഴം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലയെ കൂട്ടി പറഞ്ഞൊരു ഹദീസുണ്ട്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമിയാകെ വിജ്ഞാനം കൊണ്ട് നിറക്കുന്നൊരു ഖുറൈശ് പണ്ഡിതൻ നിങ്ങളാണെന്നല്ലേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത്. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഇൽമ് ഒരു സാദാ ഇൽമല്ല. ഞാൻ എങ്ങനെ ഭരിക്കണമെന്ന് ഉപദേശിക്കൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഞാൻ എങ്ങനെ ഭരിക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം, ജനങ്ങൾക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണം, എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. ശിഷ്യനെ പോലെ താഴെ ഇരുന്ന് രാജാവിന്റെ കസേരയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇരുത്തിയിട്ട് ഉപദേശം തേടുന്നു. ഉപദേശം കഴിഞ്ഞ് അവിടുന്ന് ഷാഫി ഇമാം തങ്ങൾ പുറത്തിറങ്ങുമ്പോ അവിടുന്ന് ചോദിക്കുന്നു രാജാവിന്റെ ഭൃത്യന്മാര്, നിങ്ങൾ ഇത്രയങ്ങ് പേടിയുള്ള ആളായി പോയോ? ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പേടിച്ചു പോയാലോ? നിങ്ങളൊരു രാജാവല്ലേ? ഹാറൂൻ റഷീദ് പറയാണ്, ഞാൻ കണ്ട രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കൂല. ഇങ്ങോട്ട് കടന്നു വരുമ്പോ ആ പണ്ഡിതന്റെ രണ്ട് ചുമലിലും രണ്ട് സിംഹങ്ങൾ വാപ്പിളർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടുപോയി. പിന്നെ ബഹുമാനത്തോടെ കാര്യങ്ങൾ ചോദിച്ച് ബഹുമാനത്തോടെ വിട്ടേക്കാനല്ലാതെ എനിക്ക് മറ്റൊരു പോംവഴിയില്ല. ആരും കുറ്റപത്രം വായിക്കേണ്ടി വന്നില്ല, കേസെടുക്കേണ്ടി വന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ ഇൽമ്, ആ ഇൽമു കൊണ്ടുള്ള ബഹുമാനവും ഉയർച്ചവും ചില്ലറയല്ല. ഷാഫി ഇമാം തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി നേരത്തെ വിളിച്ച അതേ അടിമ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നിട്ട് വീട്ടിലേക്ക് ഷാഫി ഇമാം തങ്ങൾ അങ്ങ് കയറിയപ്പോ ആ ഭൃത്യൻ പറയുന്നു ഷാഫി ഇമാം തങ്ങളോട്, ഉസ്താദേ, നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ചോദിച്ചോളൂ. ഇത്രയും കാലം ഈ രാജാവിന്റെ മുന്നിൽ പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുണ്ട്. ചിലരോടൊക്കെ ഗൗരവത്തോടെ രാജാവ് സംസാരിച്ചിട്ടുണ്ട്, കൈ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട്, അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പെരുമാറിയത് കണ്ടത് അങ്ങനെയല്ല. ബഹുമാനത്തിനെതിരാകുന്ന ഒരൊറ്റ പദം പോലും രാജാവിന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഒന്നാമത്തെ റൂമിലേക്കും രണ്ടാമത്തെ റൂമിലേക്കും കടന്ന ഉസ്താദ് എന്തോന്ന് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്കൊന്ന് ഉസ്താദ് എഴുതി തരണം. ഉസ്താദ് അതൊന്നും എനിക്ക് എഴുതി തരണം. കാരണം ഞാൻ ഈ രാജാവിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടാത്ത ദിവസം എനിക്കില്ല. ഞാൻ അവിടുത്തെ ഒരു ഭൃത്യനാണ്, ചീത്ത കേൾക്കാത്തൊരു ദിവസമില്ല. ആ ഒരു മരുന്ന് ഉസ്താദ് എനിക്കും ഒന്ന് തന്നാൽ എനിക്ക് വലിയ സഹായമാകുമല്ലോ എന്നാ ഭൃത്യൻ പറഞ്ഞപ്പോ, അടിമ പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് എഴുതി കൊടുത്തു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന ആയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ദിക്ർ, ഒരു അരപ്പേജോളം വരുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ എഴുതി കൊടുത്തു. ആ ഭൃത്യൻ ആ ദിക്ർ നേരെ ചുരുട്ടിയിട്ട് കൈയിന്റെ മടക്കിൽ അവിടെ വെച്ച് സൂക്ഷിച്ചു. പിന്നെ അത് വിട്ടിട്ടില്ല, ഒരു കാവലായിട്ട്. രാജാവ് എപ്പോഴെങ്കിലും ദേഷ്യം പിടിക്കാൻ പോകുകയാണെങ്കിൽ ഒന്ന് ഇവിടെ ഇങ്ങനെ തടവും, അപ്പോഴേക്ക് രാജാവിന്റെ ഭാഷ മാറും. അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ ഒന്ന് പതുക്കെ ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ തൊട്ട് തടവി വെക്കുമ്പോഴേക്ക് രാജാവ് ആള് പറ്റ ശാന്തനായി പോകും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ട് ഉപകാരം കിട്ടിയത് എത്ര ആൾക്കാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ഇങ്ങനെ ചോദ്യത്തിന് ഹാജരായി എന്നും രാജാവിന്റെ കോടതിയിൽ വിജയിച്ചു എന്നും
ഒക്കെ സംഭവം നടക്കുമ്പോ ഏറ്റവും കൺകുളിർമയോടെ ഇത് വീക്ഷിക്കുന്നവരിൽ അവിടുത്തെ ഉമ്മയുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ ബീവി മക്കയിൽ അന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഉമ്മാന്റെ മനസ്സിൽ വന്ന കുളിരെത്രയാണ്! ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്ന സന്തോഷം എത്രയാണ്! മക്കയിലുള്ള മുഴുവൻ ഗുരുനാഥന്മാരുടെയും മനസ്സിൽ അവരൊക്കെ ഇൽമ പകർന്ന് പഠിപ്പിച്ചു വിട്ട ശിഷ്യന്റെ ബുദ്ധി കൊണ്ടും ഇൽമ കൊണ്ടും കിട്ടിയ വിജയം കൊണ്ട് എത്ര വലിയ സന്തോഷമാണ്! നമ്മളൊക്കെ അല്ലാഹുവിനോട് ദ്വാരക്കാറില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഞങ്ങളെ സന്താനങ്ങളിൽ നിന്ന്, അഥവാ മക്കളെയും പേരമക്കളെയും അതിൻ്റെ താവഴിയിൽ വരുന്നവരിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണം. നിന്റെ ഓശാരമായി നീ നൽകണം. നിന്റെ മഹ്ലായ ഫള് കൊണ്ട് നൽകണം. ഖുർറത അയുനിൻ, കൺകുളിർമയാർന്ന മക്കളെ തരണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുർആൻ പണ്ഡിതർ വിശദീകരിച്ചു, ഖുർറത അയുനിൻ ഫിദ്ദീൻ, ദീനിൽ കുളിർമയേകുന്ന മക്കൾ എന്നാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളും മറ്റുള്ളവരും ഒരുപോലെയല്ലേ? നമ്മളെക്കാളും സമ്പത്ത് പലർക്കുമില്ലേ സഹോദരങ്ങളെ? ബാഹ്യാർത്ഥത്തിലുള്ള സൗന്ദര്യത്തിലല്ല, ജീവിക്കാനുള്ള സൗകര്യങ്ങളിലല്ല, സാമ്പത്തികമായ അഭിവൃദ്ധിയിലല്ല. ഖുർറത അയുനിൻ ഫിദ്ദീൻ, ദീനിൽ കൺകുളിർമയാർന്ന സന്താനമാകണം. ദീന് പഠിച്ചിട്ട് ബാപ്പയെയും ഉമ്മയെയും ഉപദേശിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴി നടത്താനും ആ ബാപ്പക്കും ഉമ്മക്കും ദീന് പറഞ്ഞു കൊടുക്കാനും കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും സമുദായത്തിനും ദീനിന് നേതൃത്വം നൽകാനും പറ്റുന്ന നല്ല സന്താനത്തെ തരണേന്നാണ് അള്ളാഹുവിനോടാ ചോദിക്കുന്നത്. കാണാൻ ചൊറുക്കുള്ള മക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്ന മക്കൾ എന്ന അർത്ഥത്തിലല്ല, രാഷ്ട്രീയപരമായി വലിയ പ്രഭുത്വം നേടുന്ന മക്കൾ എന്ന അർത്ഥത്തിലല്ല. ദീനിൽ കൺകുളിർമയാർന്ന മക്കളെ തരണം എന്നല്ലേ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം അവർക്കൊക്കെ അല്ലാഹു തആല അനുഭവമാക്കി കൊടുത്തു. ബഗ്ദാദിൽ താമസിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഗ്ദാദ് വിട്ടു പോകുന്ന സമയത്ത് ഹാറൂൻ റഷീദ് പൊട്ടിക്കരഞ്ഞുപോയി. അതിനിടക്ക് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരെയും ഇമാം ഷാഫി റളിയല്ലാഹുവിനെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുപാട് സംവാദ സദസ്സുകൾ ഹാറൂൻ റഷീദ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനതിൻ്റെ വിശദമായ വിശദീകരണങ്ങളും ഇപ്പം കടക്കുന്നില്ല. അതൊക്കെ വലിയ രസാവഹമാണ്. മുതഅല്ലിമീങ്ങൾ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന തൊബഖാത്തിലും മനാഖിബിലൊക്കെ നോക്കി അതൊക്കെ പഠിച്ചെടുക്കണം. ഒരുപാട് മസലകൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആ സന്ദർഭത്തിലൊക്കെ ഹാറൂൻ റഷീദ് മനസ്സിലാക്കുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ ആഴമാണ്. പോകുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് രാജാവ് പറഞ്ഞു ഷാഫി മാവതങ്ങളോട്, നിങ്ങൾക്ക് എപ്പോൾ ബഗ്ദാദിലേക്ക് വരണം തോന്നിയാലും ഒന്നറിയിച്ചാൽ മതി, സൗകര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പെടുത്തി തരാം. നിങ്ങൾ ഈ ബഗ്ദാദ് തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളിപ്പോൾ മക്കയിലേക്ക് പോകണം, പിന്നെ അവിടെ നിന്ന് മിസ്റിലേക്ക് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ മുടക്കുന്നില്ല. മക്കയിൽ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാനെ കാണാൻ പോകണം എന്നാണല്ലോ. 4 വർഷമായല്ലോ ഇപ്പോൾ ബഗ്ദാദിൽ വന്നിട്ട്. അതുകൊണ്ട് തിരിച്ചു നിങ്ങൾ പോകുകയല്ലേ. എല്ലാ സന്തോഷം കൊടുത്ത് ഹാറൂൻ റഷീദിന്റെ വക ഒരു 500 ദിർഹം, ഇന്നത്തെ 500 അല്ല അന്നത്തെ 500, സൈന്യത്തിന്റെ വക 500 ദിർഹവും 1000 ദിർഹം ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹുവിന് പറയണ 1000 ദിർഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കയ്യിൽ വന്നൊരു നേരമാണ്. അത് മടക്കി ചിരട്ടി കീശയിലിട്ട് നേരെ ഉമ്മാനെ കാണാൻ വേണ്ടി മക്കയിൽ പോയി. വിജയിച്ചു വരുന്ന ഈ മകനെ കണ്ടപ്പോൾ ഉമ്മാന്റെ മനസ്സിലെ സന്തോഷം എത്ര ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജാവിനും ബഗ്ദാദിലുമൊക്കെ ഇൽമിന്റെ വെളിച്ചം വീശി സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ഒരുപാട് മസ്അലകൾ പഠിപ്പിച്ച് പുതിയ പുതിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അവരെ മതിയാക്കാൻ പറ്റിയൊരവസ്ഥയിൽ ആണെങ്കിൽ പിന്നെ ഉസ്താദിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ തന്നെ അവരെ ശരിയായിക്കോളും. അതല്ല, അവര് തർക്കിച്ച് എന്നെ തള്ളിയിട്ടാൽ അതൊരു പ്രശ്നമല്ല, ഞാൻ ചെറിയൊരു ശിഷ്യനല്ലേ, അപ്പൊ ഉസ്താദിനത് ബാധിക്കൂലല്ലോ, ഞാൻ പോയിക്കോളാം
ഇനി ഞാൻ അഥവാ അവർ പറഞ്ഞ് അവരെന്നെ തള്ളിയിട്ടു എന്നൊക്കെ സംസാരം കൊണ്ടോ വാചാരതയുടെ ഊക്കുകൊണ്ടോ ഭംഗി കൊണ്ടൊക്കെ എന്നെ അവർ തള്ളിയിട്ടാലും ഞാൻ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന ചെറിയൊരു ശിഷ്യനല്ലേ, വലിയ പ്രശ്നമായി ബാധിക്കൂലല്ലോ, ഞാൻ പോയിക്കോളാം. ഉസ്താദ് പറഞ്ഞു എങ്കിൽ മോനെ നീ പോയിക്കോ, ഇദ്ഹബ് അലാ ബറക്കത്തില്ല, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇമാമുൽ ആദം അബു ഹനീഫ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് പോയി. കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, 1-2 ആളുകളല്ല, ധാരാളം ആളുകൾ. മഹാനവർകൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞപ്പോ ഖലീഫയും കുറഞ്ഞ ആളുകളെ സലാം മടക്കിയതുള്ളൂ. കാരണം അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്ത് സലാം മടക്കാനാ? അള്ളാഹുവിലും വിശ്വാസമല്ല, ഖുർആനിലും വിശ്വാസമല്ല, ആകെ അവർക്ക് വിശ്വാസം പ്രകൃതിയിലേ ഉള്ളൂ. എല്ലാം പ്രകൃതിയുടെ വരദാനം എന്ന മുദ്രാവാക്യം നടക്കുന്ന ആൾക്കാരാണ് പ്രകൃതിവാദികൾ, നിരീശ്വരവാദികൾ. അപ്പൊ ഖലീഫ ചോദിച്ചു, നിങ്ങളെ ഉസ്താദ് എവിടെ? ഹമ്മാദ് ബിൻ സൽമാൻ റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചു. ഞാൻ മൂപ്പരോട് വരാൻ പറഞ്ഞ ആളെ അയച്ചിട്ടുണ്ടല്ലോ, വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്റെ ഉസ്താദ് എന്നെ പറഞ്ഞയച്ചതാണ്, ഉസ്താദിന് പകരമായിട്ട് ഞാൻ മതിയല്ലോ, ചോദിക്കാനുള്ള ആളുകൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, ഉത്തരം ഞാൻ പറഞ്ഞാ മതിയല്ലോ, അവരെന്നോട് ചോദിച്ചോട്ടെ, മറുപടി ഞാനങ്ങ് കൊടുത്തോളാം. അപ്പൊ ഒരാൾ ചോദിച്ചു, അയാളാണ് ക്യാപ്റ്റൻ, നിരീശ്വരവാദികളുടെ ക്യാപ്റ്റൻ അയാളാണ്. അയാൾ പറഞ്ഞു അബൂ ഹനീഫ തങ്ങളോട്, നിങ്ങളുടെ ഗുരുനാഥൻ വന്നില്ല അല്ലേ? നിങ്ങളെ ഉസ്താദിന്റെ അടുത്ത് ഒരുപാട് ഇൽമുണ്ട് എന്നാ കേട്ടത്, ഞങ്ങളോട് സംവദിക്കാനും ഞങ്ങളെ തകർക്കാനും പറ്റുന്ന ഒരുപാട് അറിവുണ്ട് എന്നാ പലരും പറഞ്ഞത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഇന്ന ശൈഖി ഷജറത്തുൻ ഹുവ ഷജറത്തുൻ തസ്മുറു ഇൽമാ, എന്റെ ഗുരുനാഥൻ അതൊരു വടാവൃക്ഷമാണ്, ധാരാളം അറിവുകൾ പുഷ്പിക്കുന്ന, ഒരുപാട് അറിവുകൾ ഫലം തരുന്ന വലിയൊരു വൃക്ഷമാണ്. പക്ഷേ വലാകിന്നകും ലസ്തും അഹ്ലുൽ അൻ തുജ്ലിസൂ മാ ശൈഖി ഹമ്മാദ് ബിൻ സൽമാൻ, എന്റെ ഗുരുനാഥന്റെ കൂടെ ഇരുന്നിട്ട് സംവദിക്കാൻ നിങ്ങൾ യോഗ്യരല്ല, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞയച്ചത്. നിങ്ങൾ ചോദിച്ചോളൂ, ഉത്തരം ഞാൻ അങ്ങ് പറഞ്ഞോളാം. ഈ ഒരു മറുപടി കേട്ടപ്പോ ഖലീഫ പറഞ്ഞു, എങ്കിൽ ചോദ്യോത്തരം തുടങ്ങാം, മുഖാമുഖം ആരംഭിക്കാം, നിങ്ങൾ ചോദിച്ചോളൂ. അതാ നിരീശ്വരവാദികളെ കൂട്ടത്തിൽ നിന്ന് ചോദ്യം വരാണ്. അവർ ചോദിക്കുന്നു അബൂ ഹനീഫ തങ്ങളോട്, ഹൽ റഅയ്ത റബ്ബക, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു, സുബ്ഹാനഹു റബ്ബി ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. എന്റെ റബ്ബ് അത് സാധാരണ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണപ്പെടുന്ന റബ്ബല്ല, അതിന് വേറിട്ട ഒരു കാഴ്ചയും വേറിട്ടൊരു കണ്ണും വേണം. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. എല്ലാ ആളുകളെയും അല്ലാഹു തആല കാണുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്, മുഴുവനായും അല്ലാഹു അറിയുന്നുണ്ട്. അതേ സമയത്ത് അല്ലാഹുവിനെ പൂർണ്ണമായും അനുഭവിക്കാനും കാണാനും സാധാരണ കണ്ണുകൾക്ക് സാധിക്കൂല. നിരീശ്വരവാദികൾ പറഞ്ഞു, നിങ്ങൾ ഖുർആന്റെ ആയത്തല്ലേ ഓതിയത്, ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമല്ല, ഞങ്ങൾ പ്രകൃതി കൊണ്ടാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നൊരു തെളിവാണ് വേണ്ടത്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണോ വേണ്ടത്? എന്നാ ഞാൻ നിങ്ങളോട് പ്രകൃതിപരമായൊരു തെളിവങ്ങ് പറയാം. നിങ്ങളെല്ലാവരും ഒരു മനുഷ്യന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ആ മനുഷ്യനാണെങ്കിലോ സക്കറാത്തുൽ മൗത്ത് ഹാദറായിട്ടുണ്ട്, മരണം ഹാജരായിട്ടുണ്ട്. ആ സമയത്ത് ആ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, ആ മനുഷ്യൻ മരിച്ചു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തില് ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നൊരു സംഗതി ഇല്ലേ, അതെന്താണ്? ഒരൊക്കെ പറഞ്ഞു റൂഹ്. നിരീശ്വരവാദികൾ ഉടനെ പറഞ്ഞു യഖ്റുജു മിൻഹു റൂഹുഹു, അയാളെ റൂഹ്, ആത്മാവ് അയാളിൽ നിന്ന് പുറപ്പെടും. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, നിങ്ങളെ മുന്നിൽ കൂടെ അല്ലേ ആത്മാവ് പോകല്? നിങ്ങൾ ചുറ്റും കൂടി ഇരിക്കുന്നില്ലേ? നിങ്ങളെ മുന്നിലൂടെ അല്ലേ ആ റൂഹ് പോകുന്നത്? ആ റൂഹ് പോകുമ്പോ നിങ്ങൾ റൂഹിനെ കാണാറുണ്ടോ? ഹൽ തറൗനഹാ, അപ്പോകുന്ന സക്രാത്തുൽ മൗത്ത് ഹാദറായ ആളിൽ നിന്ന് പോകുന്ന റൂഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞു ഇല്ല.
അബൂ ഹനീഫ തങ്ങൾ പറയാണ്, ഇങ്ങനെയാണ് റൂഹെങ്കിൽ റൂഹിനെ പടച്ചത് ആരാണ്? അല്ലാഹുവാണ്. റൂഹിനെ തന്നെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ റൂഹിനെ പടച്ച റബ്ബിനെ എങ്ങനെ കാണാനാണ്? റൂഹിനെ കാണാൻ പോലും നിങ്ങൾ കണ്ണിന് കാഴ്ചയുണ്ടോ? കഴിയുന്നുണ്ടോ? പിന്നെ എങ്ങനെ റൂഹിനെ പടച്ച ഖാലിഖായ റബ്ബിനെ നിങ്ങൾ കാണും? അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ആ ഘട്ടത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു, ആ മറുപടി അവർക്ക് നന്നായി ദഹിച്ചു. ശരിയാണല്ലോ, റൂഹിനെ തന്നെ നമ്മൾ കാണുന്നില്ല, പിന്നെ റൂഹിനെ പടച്ച ഖാലിഖായ റബ്ബിനെ നമ്മളെങ്ങനെ കാണാനാണ്? അവരതില് ഉത്തരം മുട്ടിപ്പോയി. പക്ഷെ ചോദ്യം നിർത്തിയില്ല. അവർ പിന്നെയും ചോദിച്ചു ഇമാമുൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട്, അല്ല റബ്ബ് ഏത് ഭാഗത്താണ് ഉണ്ടാകാന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം അങ്ങനെ, ഏത് ഭാഗത്താണ് റബ്ബ് ഉണ്ടാകുക? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഫൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്. എവിടെയും അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു. എവിടെയുണ്ട് അള്ളാഹുവിന്റെ സാന്നിധ്യം, എവിടെയുമുണ്ട്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ നിരീക്ഷണമില്ലാത്ത, അള്ളാഹുവിന്റെ അറിവില്ലാത്ത, അള്ളാഹുവിന്റെ നോട്ടമില്ലാത്ത ഒരൊറ്റ സ്ഥലവും ഒരൊറ്റ സംഗതിയും എവിടെയുമില്ല. ഫൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്. അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിന്റെ നിരീക്ഷണവും എവിടെയും ഉണ്ട്. അപ്പോഴും അവര് പറഞ്ഞു, ഖുർആന്റെ ആയത്തല്ലേ ഓതിയത്, ഞങ്ങൾക്ക് വിശ്വാസമല്ല, പ്രകൃതിപരമായിട്ട് തെളിവ് വേണം, ഞങ്ങളതാണ് വിശ്വസിക്കുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണോ വേണ്ടത്? നിങ്ങളൊരു ഇരുട്ടുള്ള റൂമിൽ നിങ്ങൾ നിൽക്കുമ്പോ ഒരു വിളക്ക് നിങ്ങൾ കത്തിച്ചാൽ അതിന്റെ പ്രകാശം ഏത് ഭാഗത്താണ് ഉണ്ടാവുക? നിരീശ്വരവാദികളോട് ചോദിക്കാണ്, ഇരുട്ടുള്ള റൂമിൽ നിങ്ങളൊരു വിളക്ക് കത്തിച്ചു, ആ പ്രകാശം ഏത് ഭാഗത്താണ് ഉണ്ടാവുക? അവര് പറഞ്ഞു, യകൂനു നൂറു ഫീ കുല്ലി ഇത്തിജാഹാത്. എല്ലാ ഭാഗങ്ങളിലും നൂറുണ്ടാകും. അങ്ങനെയാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? ഹക്കദാ റബ്ബി ഫഹുവ നൂറുൻ അലാ നൂർ. നിങ്ങൾ ഒരു ഇരുട്ടുള്ള റൂമിൽ വെളിച്ചം കത്തിച്ചപ്പോ, വിളക്ക് കത്തിച്ചപ്പോ എല്ലാ ഭാഗത്തും നൂറുണ്ടായില്ലേ? ഇങ്ങനെയാണ് എന്റെ റബ്ബ്. റബ്ബ് നൂറുൻ അലാ നൂർ. അല്ലാഹു തആല പ്രകാശത്തിനു മേൽ പ്രകാശമാണ്. എല്ലാ ഭാഗത്തും റബ്ബിന്റെ സാന്നിധ്യമുണ്ട്, റബ്ബിന്റെ നോട്ടമുണ്ട്. റബ്ബിന്റെ നോട്ടമില്ലാത്ത, സാന്നിധ്യമില്ലാത്ത ഒരൊറ്റ സ്ഥലവും ഇല്ല. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇമാമുൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മറുപടി അങ്ങനെ പറയുന്നു. അവസാനം നിരീശ്വരവാദികൾ ചോദിക്കുന്നു, അല്ല ഇമാം, അല്ല അബൂ ഹനീഫ തങ്ങളെ, നിങ്ങളെ മതപ്രകാരം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് നാറിനാലാണ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നില്ലേ? ഫകൈഫ യുഅദ്ദിബുഹുല്ലാഹു ഫിന്നാർ. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരെങ്ങനെ തീയിൽ ശിക്ഷിക്കുക അല്ലാഹു തആല? അതാണ് അവർക്ക് അറിയേണ്ടത്. തീയല്ലേ, നരകത്തിന് തീയല്ലേ? ഈ സൃഷ്ടികളും തീ കൊണ്ട് പടക്കപ്പെട്ടവരല്ലേ? തീ കൊണ്ട് പടക്കപ്പെട്ടവരെങ്ങനെയാണ് തീയിലിട്ട് ശിക്ഷിക്കുക? ഇമാമുൽ-ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഓതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വിശ്വസിക്കൂലല്ലോ. ഇതിന് നല്ല ഒരു ഉദാഹരണം ഏതായാലും നിങ്ങൾക്ക് തരണം. ആ ഉദാഹരണം പഠിപ്പിക്കാൻ കുറച്ച് ചെറിയ മാർഗം ഞാനും ഉപയോഗിക്കേണ്ടതുണ്ട്. അബൂ ഹനീഫ തങ്ങൾ ഒന്ന് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞു. ഇപ്പൊ എല്ലാവരും നോക്കി, എന്തിനാ ഇപ്പൊ താഴോട്ട് കുനിയുന്നത്? നോക്കുമ്പോ നല്ല ഒരു മണ്ണിന്റെ കട്ട കിടക്കുന്നുണ്ട് അവിടെ. ഒരു മൺകട്ട കിടക്കുന്നുണ്ട്. ചളി മറ്റൊക്കെ കൂടിയിട്ടാണല്ലോ മണ്ണിന്റെ കട്ട ഉണ്ടാകുന്നത്. ഒരു മൺകട്ട അവിടുന്ന് എടുത്തിട്ട് ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? നിരീശ്വരവാദികളിൽ നിന്ന് ഒരാളെങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അയാളെ തലമക്ക് 4 മേട്ടം കൊടുത്തു ഈ കട്ട കൊണ്ട്. അയാൾ പറഞ്ഞു, വേദനിക്കുന്നുണ്ട് എന്ന് പറയാ. മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളല്ലേ ഈ നിൽക്കുന്ന മനുഷ്യൻ, അല്ലേ? കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളല്ലേ? ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? കളിമണ്ണ് കൊണ്ടല്ലേ? കളിമണ്ണ് സൃഷ്ടിച്ചിട്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളെ കളിമണ്ണ് കൊണ്ട് മേടിയിട്ട് വേദനയാകുന്നില്ലേ? ഇങ്ങനെ അല്ലാഹു തആല അങ്ങ് ശിക്ഷിക്കും. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സിലായോ? നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ, കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ഒരാളെ കളിമണ്ണിന്റെ കട്ട എടുത്തിട്ട് തലക്ക് മേടിയപ്പോ അയാൾക്ക് വേദനിക്കുന്നുണ്ട് പറഞ്ഞില്ലേ? അയാൾ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇതേ രൂപത്തിൽ അല്ലാഹു തആല നാറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വർഗത്തെ തീ കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കും. ഈ ഉത്തരമങ്ങ് കേട്ടപ്പോ നിരീശ്വരവാദികൾ മുഴുവനും മടങ്ങിപ്പോയി.
എല്ലാവരും 12 വയസ്സുള്ള ചെറുപ്പക്കാരനായ മുതഅല്ലിം, ആ മുതഅല്ലിം ഹമ്മാദ് റളിയല്ലാഹു അൻഹു നൽകിയ സന്തോഷം എത്ര വലുതാണ്! സ്വന്തം കുടുംബക്കാർക്ക് നൽകിയ സന്തോഷം എത്ര വലുതാണ്! ദീനിന് നൽകിയ ഇസ്സത്ത് എത്ര വലുതാണ് സഹോദരങ്ങളെ! എല്ലാവരും വന്നിട്ട് അബൂ ഹനീഫ തങ്ങളോട് പറയുന്നു, യാ അബാ ഹനീഫ ദുല്ലനി അലാ ശൈഖിക ലിഅകൂന തിൽമീദൻ ഖദമൈഹി, നിങ്ങളെ ശൈഖിനെ ഒന്ന് കാണിച്ചു തരൂ. ഹമ്മാദ് ബിൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്കും ഒന്ന് കാണിച്ചു തരൂ, ഞങ്ങളും അവിടുത്തെ കാൽ കീഴിൽ ശിഷ്യന്മാരായി വളരട്ടെ. ആ ഉസ്താദിന്റെ ഇൽമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അവഗാഹമാണല്ലോ ഇത്. ആ ഉസ്താദല്ലേ ഈ ഇൽമൊക്കെ നിങ്ങൾക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഉസ്താദിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ. ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് ഞങ്ങളും ഒന്ന് ഇൽമു പഠിക്കട്ടെ. എല്ലാ നിരീശ്വരവാദികളും മടങ്ങിപ്പോയി. മടങ്ങലോടെ സഹോദരങ്ങളെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പുലർന്നുപോയി. എന്താ കണ്ട സ്വപ്നം? വലിയ ഒരു ഫലവൃക്ഷമാണ്. ആ ഫലവൃക്ഷത്തിന്റെ നേരെ താഴ്ഭാഗത്ത് ഒരു പന്നിയതാ ആ വൃക്ഷത്തെങ്ങനെ തുരന്നു ഓട്ടയാക്കാൻ നോക്കുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ശിഖിരം ആ പന്നിയുടെ തലക്കൊരു അടിയടിക്കുന്നു. പന്നി അവിടെ നിന്ന് മാറിപ്പോയിട്ട് അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന ഒരു മനുഷ്യന്റെ കീഴിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. മരം ആരാണെന്നറിയുമോ? അബൂ ഹനീഫ തങ്ങളെ ശൈഖാകുന്ന ഹമ്മാദ് ബിൻ സൽമാൻ റളിയല്ലാഹു അൻഹു ആണ് ആ ഫലവൃക്ഷം. അടിയിൽ വന്ന് തുരക്കുന്ന പന്നി ആരാണെന്നറിയോ? നിരീശ്വരവാദികളുടെ നേതാവാണ്. മരത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ശിഖിരമാരാണ്? ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ആ ചെറിയ ഒരു ശിഖിരമാണ് ഈ വലിയ വ്യൂഹത്തെ, നിരീശ്വര പ്രസ്ഥാനത്തെ, അവരെ ബുദ്ധിയൊക്കെ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ചു വെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ, അത് സമ്മതിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു കൊണ്ട്, ബുദ്ധിയുടെ വികാസം കൊണ്ട് സാധിച്ചുപോയി. പണ്ഡിതന്റെ കീഴിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ നേതാവടക്കമുള്ള നിരീശ്വരവാദികള് പിന്നെ പോയത് ഹമ്മാദ് ബിൻ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്കാണ്. അവിടെ ശിഷ്യന്മാരാകുന്നു, പഠിക്കാനൊരുങ്ങുന്നു. എന്തൊരു മാറ്റമാണ് പണ്ഡിതന്മാരുടെ ഇൽമു കൊണ്ട് ഉണ്ടായിത്തീരുന്നത്! ഇൽമാണ് സഹോദരന്മാരെ കമാലിയത്തിന്റെ മുഖ്യമായ ഒരു ഭാഗം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് 6 കാര്യങ്ങളെ കൊണ്ട് കമാലിയത്ത് നേടിയെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അതിലൊരു കാര്യം സുഹുദുൻ, പരിത്യാഗമാണ്. ത്യാഗം നമുക്കും വേണം. എന്താ ത്യാഗമെന്നറിയുമോ? ഉപയോഗിക്കാൻ പറ്റാത്ത, സമ്പാദിക്കാൻ പറ്റാത്ത, ശേഖരിക്കാൻ പറ്റാത്ത, ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്ത സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ച് നല്ല അറിവ് വേണം. എന്നിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ഹറാമായ രൂപത്തിലുള്ള സമ്പാദ്യം നമുക്ക് പറ്റിക്കൂടാ. ആ സുഹൃദിനും ഇൽമു വേണം. സുഹൃദ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് മുഴുവനും ഒഴിവാക്കിയിട്ട് പട്ടിണി കിടക്കുക എന്നല്ല സുഹൃദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുൽ ലഹു തഖഅഖലാ. സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താന്നാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചത്? അതേ, സമ്പത്തുമായിട്ട് നിന്റെ കൽബിനുള്ള കണക്ഷൻ ഇല്ലേ? എങ്ങനെ കിട്ടിയാലും വാങ്ങാം, ഏത് രൂപത്തിൽ ലാഭം കിട്ടിയാലും വാങ്ങാം. എത്ര ലാഭം അധികം തരുന്നുണ്ടോ ആള്, അത് പലിശയായാലും കുഴപ്പമില്ല, വേറെ ഏത് ബിസിനസ് ആയാലും കുഴപ്പമില്ല. ഹലാലാണോ എന്ന് ഇപ്പൊ അന്വേഷിക്കണ്ട, ഹറാമാണോ എന്ന് ചോദിച്ചാൽ നിർത്തിക്കളയേണ്ടി വരും. അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിന്റെ മനസ്സിന് സമ്പത്തിനോടുള്ള തീവ്രമായ ബന്ധം അത് ഒഴിവാക്കലാണ്. സമ്പത്ത് ഉപേക്ഷിക്കലല്ല, സമ്പത്ത് ഒഴിവാക്കലല്ല. ആ
സുഹദിനും ഇൽമു വേണം. ആ സുഹദിന്റെ ഇൽമു സ്വീകരിച്ചിട്ട് സുഹദ് പാലിച്ച മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരുടെയൊക്കെ സുഹദ് ചെറിയ സുഹദല്ല. അതുകൊണ്ടല്ലേ 70 ജോഡി വസ്ത്രങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി അബൂ ഹനീഫ ഇമാമു തങ്ങൾ ഇറക്കി. കച്ചവടം ചെയ്ത് ജീവിച്ച മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇതിന് കുഴപ്പമൊന്നുമില്ല, കച്ചവടം ഹലാലല്ലേ. നല്ല കച്ചവടക്കാരനാണെങ്കിൽ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനാണെങ്കിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. പക്ഷെ സാധാ കച്ചവടക്കാരെന്ന് മാത്രമല്ല ഹദീസ് പറഞ്ഞത്, അത്താജിറുൽ അമീനു സ്വദൂഖ്, വിശ്വസ്തനാകണം, സത്യസന്ധനാകണം. അങ്ങനത്തെ കച്ചവടക്കാരൻ, പറ്റിക്കുന്ന ആളല്ല. എല്ലാവരുടെ അടുത്തുനിന്നും 1 ലക്ഷം വാങ്ങിയിട്ട് 10-ാം ദിവസം നോക്കുമ്പോൾ പിന്നെ ആള് സിംഗപ്പൂർ എത്തി. ആ കച്ചവടത്തെ പറ്റിയല്ല നമ്മൾ പറഞ്ഞത്. അത്താജിറുൽ അമീനു സ്വദൂഖ്, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ. മാൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. വലിയ സ്ഥാനമാണ് ആഖിറത്തിൽ, ചെറിയ സ്ഥാനമൊന്നല്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു 70 ജോഡി വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരാൾ കൊണ്ടുവന്നു. ഇതിന് വില കൊടുത്തത് മഹാനവർകളാ. 70 ജോഡി വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടി വിൽപ്പനക്കാരനായ കൂടെയുള്ള ആള് ആ 70 ജോഡി വസ്ത്രങ്ങൾ മുന്നിൽ ഇങ്ങനെ വിരിച്ചിട്ടു, തുറന്നിട്ടു. അതിൽ ഒരു ജോഡിയിൽ ചില പഴക്കം കണ്ടപ്പോ മഹാനവർകൾ പറഞ്ഞു, ഈ ഒരു ജോഡി പറഞ്ഞിട്ടേ വിൽക്കാവൂ എന്ന് പറഞ്ഞു. വിൽക്കാൻ കൊണ്ടുപോകുന്ന തൊഴിലാളിയോട് അയാൾക്ക് ലാഭത്തിന്റെ ചെറിയൊരു വിഹിതം ഉണ്ടാകും. അതിന് ഇസ്ലാമിൽ ഖിറാദ് എന്ന് പറയും, ലാഭക്കൂറ് കച്ചവടം. അപ്പൊ നടക്കുന്ന ബിസിനസ്സൊക്കെ ആ രൂപത്തിലാന്ന് പറയാൻ കഴിയൂല. അതിന് പിന്നെയും ഷർത്തും പറലോ കുറെ ഞാനത് വിശദീകരിക്കല്ല. ഇരിക്കട്ടെ, ഇത് ഏതായാലും ഖിറാദാണ്. മുതലാളിയായിട്ട് മുതൽ മുടക്കിയത് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പങ്കുകാരനായ ശരീക്കിന് വിൽപ്പനക്കാണ് അയാൾക്ക് പങ്കുള്ളത്. അയാൾ വിൽക്കുക, കിട്ടുന്ന ഈ ലാഭത്തിന്റെ ഒരു വിഹിതം അയാൾക്ക് ഉണ്ടാവും. അയാൾ പറഞ്ഞു, ഈ ഒരു ജോഡി പറഞ്ഞിട്ടേ വിൽക്കാവൂ. പറഞ്ഞിട്ട് മാത്രമാണോ വസ്ത്രം വിൽക്കല്? നമ്മളൊക്കെ പെരുന്നാൾക്ക് ഒരു വസ്ത്രം കിട്ടാൻ എത്ര എണ്ണാണ് ആളുകളെ കൊണ്ട് തെരയിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ പറയും ഇതേതായാലും പല പണിയാണ്. ചിലപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് കയറിയിട്ട് 35 എണ്ണം 40 എണ്ണം വലിച്ചിടും. ഒന്നും പറ്റിയില്ല എന്നാണ് അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ ഒരു 40 എണ്ണം വലിച്ചിടും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതൊക്കെ അവരെ പണിയാണെന്ന് പറയും. വാങ്ങുന്ന ആൾ നോക്കൂലേ? 70 ജോഡി വസ്ത്രവും വിറ്റിട്ട് വലിയ ലാഭമായിട്ട് ഇമാമുൽ ആലം തങ്ങളടുത്ത് എത്തി. ഇദ്ദേഹം വിറ്റോന്ന് ചോദിച്ചു. ഒക്കെ വിറ്റു എന്ന് പറഞ്ഞു. അബൂ ഹനീഫ തങ്ങളെ ചോദ്യം, ഒരു പഴക്കമുള്ള കുറച്ച് അവിടെയും ഇവിടെ ചെറിയ ഒരു കേടൊക്കെ ഉള്ള ഒരു ജോഡി ഉണ്ടായിരുന്നില്ലേ, അത് പറഞ്ഞിട്ടാണ് വിറ്റത്? പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. മഹാനവർകളെ സുഹൃത്ത് എന്താണെന്നറിയോ? ഈ 70 ജോഡിന്റെ വസ്ത്രത്തിന്റെ വിലയും എനിക്ക് വേണ്ട, ലാഭവും വേണ്ട, വിലയും വേണ്ട. 70 ജോഡി മൊത്തം വസ്ത്രമാണോ? അങ്ങനെ അല്ല, കൂട്ടത്തിൽ ഒരു ജോഡി വസ്ത്രം മാത്രമാണ്. ഒരൊറ്റ ജോഡി വസ്ത്രം മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. മഹാനവർകൾ ഉപേക്ഷിച്ചതോ 70 ജോഡിയുടെ ലാഭവും വേണ്ട, മൊത്തം ഒഴിവാക്കി. അത് നിങ്ങൾ സാധുക്കൾ കൊടുത്തേക്ക്. സാധുക്കൾക്ക് ഹലാലായി കിട്ടുന്ന പൈസയാണത്. അതിലാകെ ഒരു ജോഡിയുടെ വസ്ത്രത്തിനെ ഒരു തകരാറുള്ളൂ. പറഞ്ഞു വിൽക്കണം എന്നുള്ള ഒരു നിബന്ധന മഹാനവർകൾ വെച്ചത് കൊണ്ട് അത് പാലിച്ചില്ല എന്നുള്ള സൂക്ഷ്മതക്കാണ് ഈ ഒഴിവാക്കുന്നത്. കിട്ടുന്നത് മുഴുവനും വാങ്ങാന്നുള്ളതല്ല സഹോദരങ്ങളെ. പറ്റാത്തത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സുഹൃദ്. പാടില്ലാത്തത് ദീന് നമ്മോട് വിലക്കിയത് അതേതാണ് തിരിച്ചറിയാനും ഇൽമു വേണം. മഹാന്മാരുടെ സുഹൃദ് അങ്ങനെയല്ലേ? അവർക്ക് പറ്റൂല എന്ന് ദീനടിസ്ഥാനത്തിൽ ഏതെങ്കിലും ചില്ലറ വിഷയത്തിൽ സംശയം കുടുങ്ങിപ്പോയാൽ, ആശങ്ക വന്നുപോയാൽ സൂക്ഷ്മതക്ക് അവരത് വേണ്ടാന്ന് വെക്കും. ഒരു ജോഡിന്റെ വസ്ത്രത്തിന്റെ വില മാത്രം വേണ്ടാന്ന് വെച്ചാൽ മതിയല്ലോ. ബാക്കി 69 ജോഡിയും കറക്റ്റ് അല്ലേ? അത് വിറ്റതും കറക്റ്റാണ്, ഇതിന് കുഴപ്പമില്ല, ഒരു ഡാമേജും ഇല്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവരെ തീവ്രമായ സുഹൃദ്, സൂക്ഷ്മത അവരെ പ്രേരിപ്പിച്ചു അത് വാങ്ങാതിരിക്കാൻ. അതേ രൂപത്തിലാണ് മഹാന്മാരൊക്കെ ജീവിച്ചത്, പണ്ഡിതന്മാരൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ആ രൂപത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. ഇതവർക്ക് പകർത്തിക്കൊടുത്തതാരാ? ഈ ഒരു സ്വഭാവം അവർക്ക് എവിടുന്നാ കിട്ടിയത്? സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ്. സ്വഹാബിമാരുടെ സൂക്ഷ്മത അങ്ങനെയാണ്. അവര് ഭക്ഷണം കഴിക്കുന്നത്, സമ്പാദിക്കുന്നത്, ശേഖരിക്കുന്നത് തീർത്തും അല്ലാഹു പൊരുത്തപ്പെട്ടതാകണം എന്ന നിബന്ധനയുള്ളവരാണ് അവർ. മഹാന്മാരായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ
ലോകത്ത് തന്നെ ഔലിയാക്കളിൽ ഏറ്റവും വലിയ നേതാവല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ നല്ല ഒരു കുപ്പി പാല് കൊണ്ടുവന്ന് ആ പാല് കുടിക്കാൻ കൊടുത്തപ്പോ പാലിന് നല്ല രുചി. പാല് കുടിക്കുന്നത് നല്ലതാണ്, കുടിച്ച് ശീലിക്കുന്നു നല്ലതാണ്, പാല് കൊണ്ട് സൽക്കരിക്കുന്നതും നല്ലതാണ്. ഇവിടൊക്കെ പുരക്കൂടലിന് എന്താ ഉള്ളത്? രാവിലെ കൊടുക്കല് പാലല്ലേ, അല്ലേ? അല്ലേ മോരോ? പാലന്നെ. പാലാണല്ലോ സ്വീകരണത്തിൽ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രായേൽ സ്വീകരിച്ചപ്പോഴും മിഅ്റാജിൽ സ്വീകരിച്ചപ്പോഴും തങ്ങൾ സ്വീകരിച്ചത് പാലാ. കൊടുത്ത് പാല് മാത്രമൊന്നുമല്ല, സ്വീകരിച്ചത് പാലാണ്. ഒരു പാത്രത്തിൽ 4 തരം പാനീയങ്ങളല്ലേ കുടിക്കാൻ കൊടുത്തത്. അതിലൊന്ന് വെള്ളം, മറ്റൊന്നിൽ ഹംറ്, ഇവിടുത്തെ ഹംറല്ലേ അവിടുത്തെ സ്വർഗത്തിലെ, ഇനി അങ്ങനെ അടിവരയിടണ്ട. മറ്റൊന്നിൽ തേന്, 4മത്തൊന്നിൽ പാല്. തങ്ങൾ സ്വീകരിച്ചത് പാലിന്റെ പാത്രമാണ്, അതാണ് കുടിച്ചത്. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നൽകിയ സ്വീകരണത്തിലും തങ്ങൾ സ്വീകരിച്ചത് പാലാണ്. മുകളിൽ മലക്കുകൾ നൽകിയ സ്വീകരണത്തിൽ തങ്ങൾക്ക് കൊടുത്തതിൽ തങ്ങൾ സ്വീകരിച്ചതും പാലാണ്. ഇരിക്കട്ടെ, പാല് നല്ല ബർക്കത്തുള്ളതാണ്. അപ്പൊ ഒരു കുപ്പി പാല് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തത്. ഇങ്ങനെ കുടിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, പാലിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല രുചി ഉണ്ടല്ലോ, ഈ പാൽ എവിടുന്നാ വാങ്ങിയത് എന്ന് ചോദിച്ചു. പാല് കുടിക്കുമ്പോൾ ടേസ്റ്റ് കൊണ്ട് ചോദിച്ചതാ. അപ്പോ അടിമ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ജ്യോത്സ്യപ്പണി നടത്തിയിരുന്നു. ജ്യോത്സ്യപ്പണി, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞോണ്ട്, അങ്ങനെ ശാസ്ത്രം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ളതൊക്കെ ജ്യോതിശാസ്ത്രം എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട്. അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്, അത് പഠിച്ചറിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. ഞാൻ ജ്യോതിശാസ്ത്രം നടത്തിയിരുന്നു. വമാ അഹ്സിനുൽ കഹാന, എനിക്കത് അറിയൂല. അറിയാതെ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയൊരു പണിയാണ്. ആ പണി ചെയ്തു കൊടുത്ത ആള് പ്രതിഫലമായിട്ട് എനിക്ക് ചില ദിർഹം തന്നപ്പോ, അതുകൊണ്ട് ഞാൻ പാല് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പാല് കുറച്ചങ്ങ് കുടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വിരലും അതാ തൊണ്ടക്കുഴിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അകത്തേക്ക് പോയ പാല് മുഴുവനും പുറത്തേക്ക് ഛർദിക്കുകയാണ്. പാലിന്റെ തുള്ളി മുഴുവനും വന്നിട്ട് രക്തത്തിന്റെ കറകൾ പുറത്തേക്ക് വരുമ്പോ കണ്ടു നിൽക്കുന്നവർ കൈവലിച്ചു പോയി. മഹാനവറുകൾ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, അറിയാത്ത ഒരു പണി അറിയുമെന്ന് പറഞ്ഞിട്ട് വേദനം പറ്റുന്നത് ഹറാമാണ്. ജ്യോതിശാസ്ത്രം അറിയില്ല, അറിയാത്തൊരു പണി അറിയുമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തിട്ട് കിട്ടിയ വേദനം കൊണ്ടല്ലേ പാല് കൊണ്ടുവന്നത്, അതല്ലേ എനിക്ക് കുടിക്കാൻ തന്നത്. എന്റെ വയറ്റിൽ അതിൻ്റെ ഒരു തുള്ളിയും കടന്നുകൂടാ. ഈ ഒരു വല്ലാത്ത സൂക്ഷ്മതയില്ലേ സഹോദരങ്ങളെ? അറിയാതെ കുടിച്ചതിന് കുറ്റമുണ്ടോ? അറിയാതെ ചെയ്തതിന് കുറ്റമുണ്ടോ? അതേ സമയത്ത് അവരെ സൂക്ഷ്മത സമ്മതിക്കുന്നില്ല. അറിയാതെ പോലും പറ്റാത്ത ഒരു പാലിന്റെ തുള്ളി എന്റെ ശരീരത്തോട് കടന്നുകൂടാ, എന്റെ മാംസത്തോട് ചേർന്നുകൂടാ. മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ കുട്ടിയും പലിശക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചൊരു വിഷയമാണത്. ഫഇല്ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. പലിശക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും ആ പണി നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളണം, നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, നിങ്ങളെ എതിരാളി, നിങ്ങളെ എതിർപക്ഷത്തുള്ളത് അല്ലാഹുവാ, നിങ്ങളെ എതിർപക്ഷത്തുള്ളത് അല്ലാഹുവിന്റെ റസൂലാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എതിരാളിയായി നിൽക്കുമ്പോ ഈ വാങ്ങുന്ന ആള്, ഭക്ഷിക്കുന്ന ആള്, കൊടുക്കുന്ന ആള് എവിടുന്ന് ജയിക്കാനാ? ഏത് ഭാഗത്തിലൂടെ വിജയം കിട്ടാനാ?
വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല. പറയട്ടെ, ഹലാലാക്കിയ മാർഗങ്ങൾ ധാരാളമില്ലേ? ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സമ്പത്ത് സ്വരൂപിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നതിന് ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല. നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, പക്ഷേ കച്ചവടത്തിന്റെ ലാഭം വൈകുന്നേര സമയങ്ങളാകുമ്പോ 150ഉം 200ഉം എന്നും പലിശക്ക് കൊടുക്കുന്നൊരു ഏർപ്പാട് മുസ്ലിമിന് പറ്റൂല. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരമാകുമ്പോ എന്നും ഡെപ്പോസിറ്റ് പോകുന്നു 150. എവിടേക്കാണ് ഈ ഡെപ്പോസിറ്റ്? അത് പലിശയുടെ അക്കൗണ്ടിലേക്കാ. എന്നിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ അതിന്റെ ശതമാനം മാത്രം എടുത്തിട്ട് സാന്ത്വന പ്രവർത്തനങ്ങളോ സാമൂഹിക പ്രവർത്തനങ്ങളോ മറ്റു ആരാധനാ കർമ്മങ്ങളോ നിർവഹിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടോ? അല്ലാഹു തആല അത് സ്വീകരിക്കൂല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ വലാ സദഖത്തും മിൻ ഗുലൂൽ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ്, ആദ്യമായി പഠിപ്പിച്ച ഹദീസ്, അതേ ജാമിയിൽ കൊണ്ടുവന്ന ഹദീസ്. മഹാനവറുകൾ പറയുന്നു, ശുദ്ധിയില്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. അതേ രൂപത്തിൽ അവിഹിത സമ്പത്തിൽ നിന്നുള്ള സ്വദഖ സ്വീകരിക്കപ്പെടൂല. നമ്മൾ പഠിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കൂടുതലായി ഞാൻ പറയുന്നില്ല. സുഹൃദ് നമ്മുടെ ജീവിതത്തിലും വരേണ്ടതാണ്. അത് മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളും ഉലമാക്കളും മൈമത്തും ഒക്കെ സ്വീകരിച്ചൊരു ശൈലിയാണ്. സുഹൃദില്ലാതെ കമാലിയത്തിലേക്ക് എത്താൻ കഴിയൂല. ആ സുഹൃദിന്റെ മാർഗമായി ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കേണ്ടത് ഹറാമായ വിഷയങ്ങളൊക്കെ കൈയൊഴിക്കണം. അതിന് സാമ്പത്തിക രംഗത്ത് 1ഉം 2ഉം 10ഉമല്ല, ധാരാളം വഴികൾ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, ലാഭം കിട്ടുമെന്ന് കരുതിയിട്ട് ഇപ്പൊ ആളുകളൊക്കെ മയക്കുമരുന്നിന്റെ കച്ചവടം തുടങ്ങിയിരിക്കുക. മയക്കുമരുന്നിന്റെ കച്ചവടം ആരെങ്കിലും ചോദിച്ചാൽ പറയും ഇത് മൂക്കുപൊടിയാണ്. മുമ്പൊക്കെ ഒരു മൂക്കുപൊടി ഉണ്ടല്ലോ. വേറെ ആരെങ്കിലും ചോദിച്ചാൽ പറയും ഇത് പൽപ്പൊടിയാണ്. എന്നിട്ട് പൽപ്പൊടിയും മൂക്കുപൊടിയും കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ പിടിച്ചു നോക്കുമ്പോൾ പൽപ്പൊടിയല്ല, മൂക്കുപൊടിയല്ല, പിന്നെ പൽപ്പൊടിയാണ്. സാധാ പൽപ്പൊടിയല്ല, ഡിഗ്രി കൂടുതലുള്ള പൽപ്പൊടി. ആ പൽപ്പൊടി ഉപയോഗിച്ചാൽ 48 മണിക്കൂറൊക്കെ നല്ല പിന്നെ എനർജിയാണ്. അല്ലെങ്കിൽ എത്ര മണിക്കൂറാ? 56 മണിക്കൂറൊക്കെ നല്ല എനർജിയാണ്. അല്ലാഹു ആലം എന്താണ് ആ എനർജി? രോഗം വരുത്തുന്ന, അതുപോലെ തന്നെ മുഷിപ്പ് വരുത്തുന്ന, സങ്കടം വരുത്തുന്ന, ശരീരത്തിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എനർജിയാണ്. കാരണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ അവസ്ഥ? കിട്ടാത്ത ആളുകൾ എന്താ ചെയ്യുന്നത്? ആത്മഹത്യാശ്രമം നടത്തുകയാണ് അല്ലേ? 9ാം ക്ലാസ്സിലെ പെൺകുട്ടി ആത്മഹത്യാശ്രമം നടത്തി. അന്വേഷിച്ച് നോക്കുമ്പോൾ പ്രശ്നം എന്താണ്? ഉപയോഗിക്കുന്നത് കിട്ടാത്തയായപ്പോഴാണ് ഇങ്ങനെ ഒരു മോഹം വന്നത്. അപ്പൊ എന്തിലേക്കാ സഹോദരങ്ങൾ ഇത് നയിക്കുന്നത്? വലിയ കച്ചവടം, വലിയ ലാഭമുള്ള ഏർപ്പാടല്ലേ? കോടിക്കണക്കിനല്ലേ ലാഭം? പാടില്ല. ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വകുപ്പാണ്. അങ്ങനെ ഒന്നല്ല, ധാരാളം സമൂഹത്തിൽ. ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായ നിലക്കുള്ള സമ്പത്ത് ഭക്ഷിച്ച് ജീവിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വലാഹുൻ, നല്ല സ്വഭാവം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നല്ല സ്വഭാവമാണ് ഇമാമുകളൊക്കെ ഉയർച്ചയിലേക്ക് എത്താനുള്ള നല്ല ഒരു മാർഗം. നല്ല സ്വഭാവം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം എന്താ? ആ സ്വഭാവം സ്വീകരിക്കുന്നവരാകണം നമ്മൾ. ഏറ്റവും നല്ല സ്വഭാവമാണ് ഒരു ഉപ്പക്ക്, ഒരു ഉമ്മക്ക്, ഒരു ഭാര്യക്ക്, ഒരു ഭർത്താവിന്, ഒരു ഉസ്താദിന്, ശിഷ്യന്, എല്ലാവരിലും ഏറ്റവും നല്ല സ്വഭാവമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? വിട്ടുവീഴ്ച മനോഭാവമാണ്. അതാണ് സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. അതിനാണ് ആളുകൾക്ക് കഴിയാത്തത് അല്ലേ?
വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ അതിന് കഴിഞ്ഞാൽ നല്ലൊരു വിജയം തന്നെയല്ലേ അത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച പഠിപ്പിച്ച നേതാവ്. തങ്ങൾ വിട്ടുവീഴ്ചതുപോലെ ലോകത്ത് വിട്ടുവീഴ്ച ചെയ്തത് ആരാ? എത്ര വലിയ മാപ്പാ തങ്ങൾ നൽകിയത്. തങ്ങൾ പൊതുമാപ്പ് നൽകിയതുപോലെ ലോകത്ത് പൊതുമാപ്പ് നൽകിയത് ആരാണ്? അതും ഈ പൊതുമാപ്പ് നൽകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്കല്ല, പൂർണ്ണമായും ഉറപ്പായിട്ടും മുന്നിൽ കാണുന്ന ശത്രുക്കൾക്ക്, എതിരാളികൾക്ക്. അവർ വരുത്തിയ നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ എല്ലാവർക്കും അറിയും. അവർക്കാണ് ആ പൊതുമാപ്പ് നൽകിയത്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം അതാണ്. 2 വർഷമായി ഭാര്യ ഭർത്താവിനോട് പിണക്കത്തിലാണ്, ഭർത്താവ് ഭാര്യയോട് പിണക്കത്തിലാണ്. എന്താ കാര്യം? ഒരു ചെറിയ വിഷയം ഉണ്ടായി. അല്ലോ, അതിൻ്റെ പേരിൽ ഇത്രയും ദീർഘിച്ച പിണക്കോ? ദീർഘിച്ച ഈ പിണക്കത്തിന്റെ കാരണം വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ടാണ്. വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പിണക്കം വരൂലല്ലോ. എന്താ പിണക്കത്തിന്റെ കാരണം? ഒരു വർത്തമാനം പറഞ്ഞപ്പോ, നമ്മളൊരു വർത്തമാനം പറഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നമ്മുടെ പത്നി 2 വർത്തമാനം ഏറെ പറഞ്ഞു. അപ്പൊ ഇയാൾ തോന്നി ഇവളോട് സംസാരിച്ചിട്ടാണ് ഏറെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇനി നേട്ടം എന്താണെന്നറിയോ, ഒന്നും മിണ്ടണ്ട, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകാം, അങ്ങനെ കിടക്കും ചെയ്യാം, അങ്ങനെ സംസാരമൊന്നുമില്ലാതെ അങ്ങനെ പോകന്നെ, അങ്ങനെ അങ്ങോട്ട് ജീവിക്കന്നെ. അത് ഒരു നല്ല ശൈലിയല്ല. ഒരു വാക്ക് പറയുമ്പോൾ 2 വാക്ക് ഏറെ എന്നുള്ളത് ചിലപ്പോഴൊക്കെ പ്രകൃതിപരമായിട്ട് സഹോദരിമാരിൽ നിന്ന് സംഭവിക്കും. അത് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാൻ സഹോദരങ്ങൾക്ക് കഴിയണം. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചൊരു കൽപ്പന അങ്ങനെയാണ്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ നിങ്ങളുടെ സഹധർമ്മിണികളോട്, ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം, വർത്തിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നല്ല സ്വഭാവത്തിലാണ് സമീപനം നൽകിയത് നോക്ക് നിങ്ങൾ. തങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിലാണെങ്കിൽ 9 ഭാര്യമാരും അവിടെ എത്തും. ചുറ്റും നിന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ ആൾ മറുപടി പറയുന്നുണ്ടാകും. തങ്ങളൊന്നും എതിർക്കൂല. പറ്റാത്ത വല്ല വർത്തമാനവും വന്നാൽ അപ്പൊ തങ്ങൾ നിയന്ത്രിക്കും, അത് വേണ്ടെന്ന് പറയും. അല്ലാത്ത സംസാരങ്ങളൊക്കെ തങ്ങൾ ശ്രവിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അങ്ങനെ ചുറ്റും നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വേള ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ വരിക. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അതാ പുറത്ത് നോക്കി ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തെത്താൻ നേരത്ത് 9 പേരും ഉള്ളിലേക്ക് മറയുടെ അപ്പുറത്തേക്ക് അങ്ങ് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പുറത്തുനിന്ന് ഇവിടെ ചെറിയ സംസാരങ്ങളൊക്കെ കേട്ടല്ലോ, കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് ആരുമല്ല, നിങ്ങൾ ഉമ്മമാരാണ്. ലോകത്തുള്ള മൊത്തം മുഅ്മിനീങ്ങൾ ഉമ്മമാരല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരിരുന്ന് സംസാരിച്ചതാണ് എല്ലാവരും കൂടി. ഇപ്പൊ എന്താ അവർ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടൊരു മഹദിയാണ്. ഉമറേ, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും ചൂടാകാണ്. എന്നെ നിങ്ങൾ പേടിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും പേടിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനല്ലേ? അല്ല ഉമറേ, നിങ്ങളെ വല്ലാത്ത പേടിയാണ്. നിങ്ങളെ ചെറിയ പേടിയൊന്നല്ല, നിങ്ങളെ കാണുമ്പോഴേക്ക് ഞങ്ങൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ വല്ലാത്ത കാർക്കശ്യത്തിന്റെ ആളാണ്. ആവശ്യമുള്ള വിഷയത്തിൽ തന്നെ നല്ല ഗൗരവ നിലപാടാണ് നിങ്ങൾക്ക്. നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്. വീണ്ടും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന് രോഷം കൂടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, അത് നിങ്ങൾക്കുള്ള നല്ലൊരു സ്വഭാവമാണ്. നിങ്ങളെ അവർ പേടിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മോശക്കാരനായത് കൊണ്ടല്ല, നിങ്ങൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്ക്. നിങ്ങളൊരു വഴിക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ പ്രവേശിക്കുന്ന വഴിയല്ലാത്ത മറ്റൊരു വഴിയിലൂടെ ശൈത്താനങ്ങ് പ്രവേശിക്കും. നിങ്ങൾക്കുള്ള ബഹുമാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവമായ നിലപാടിനെ
തണുപ്പിച്ച് കളഞ്ഞു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്വഭാവത്തോടെ പെരുമാറണം. അനാവശ്യ വാക്കുകൾ മറ്റും പറഞ്ഞുകൊണ്ട് എപ്പോഴും വിഷമിപ്പിക്കുന്ന മുഷിപ്പിക്കുന്ന ശൈലി അത് നല്ല സ്വഭാവത്തിന് എതിരാ. മഹാന്മാരായ ഇമാമുകളൊക്കെ വിജയിച്ച കമാലിയത്തിലേക്ക് എത്തിയതിൽ പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു വഴിയാണ് ഇൽമുഹും ബിഉലൂമി ഉഖ്ബാ നാഫിആത്തിൽ ലിൽ മലാ. അവരുടെ അറിവ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പാരത്രിക ലോകത്തെയും ഭൗതിക ലോകത്തെയുമുള്ള അറിവ്, വിശാലമായ അറിവ് അവരുടെ പൂർണ്ണതക്കുള്ള വലിയ ഒരു കാരണമാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ദീനിൻ്റെ പുരോഗതി പ്രവർത്തനങ്ങളിലുള്ള ഫഖാഹത്ത്, വഖദൽ ഫഖാഹത്തു ഫീ മസാലിഹി ദീനിന, ദീനിന് പുരോഗതിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഉള്ള പാണ്ഡിത്യം, അറിവ് നമ്മുടെ ഉലമാ സാദാത്തുക്കൾക്ക് ഇപ്പോഴുള്ള വലിയ നേട്ടം അതാണ്. ഓരോ കാലഘട്ടത്തിലും ദീനിന് പുരോഗതി നേടിക്കൊടുക്കേണ്ട രൂപത്തിലുള്ള സ്ഥാപന സംരംഭങ്ങൾ നമ്മുടെ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലും നേരത്തെ ഇല്ലാത്ത വിധം ദീനീ സംരംഭങ്ങൾ വളർത്തി. മഅദിന് തന്നെ ഒരുപാട് ഓഫ് ക്യാമ്പസുകൾ, വ്യത്യസ്ത രൂപത്തിൽ പഠിതാക്കൾ മുതഅല്ലിമുകൾ പഠനം നടത്തുന്ന ഒരുപാട് ഓഫ് ക്യാമ്പസുകൾ, അതിൽ നിന്ന് ഓരോ വർഷത്തിലും നല്ല മികവുള്ള കഴിവുറ്റ പ്രതിഭകൾ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ദീന് വിളംബരപ്പെടുത്താനും പഠിപ്പിക്കാനും എഴുതാനും പറയാനും ഒക്കെ കഴിവുറ്റ ആളുകൾ ഓരോ വർഷവും വളർന്നു വരുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉലമാ അവർക്കുള്ള ഫഖാഹത്താണ്. ദീനിൻ്റെ മസ്ലഹത്തുകളിലുള്ള അറിവ്, ബോധവും മികച്ച അറിവും ഉലമാഇൻ്റെ ഉയർച്ചയ്ക്കുള്ള വലിയ കാരണമാണ്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥാപന സംരംഭങ്ങളാണ് ബഹുമാനപ്പെട്ട ബദ്റുസ്സാദാത്ത് തങ്ങൾ ഉസ്താദിന് കീഴിൽ മലപ്പുറത്ത് എത്രയോ സ്ഥാപന സംരംഭങ്ങൾ വേറിട്ട രീതിയിൽ. നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ അന്ധബധിര മുഖ വിദ്യാലയം പല രൂപത്തിലും സ്വപ്നമായിരുന്നു. അതുപോലെ തന്നെ മദ്യത്തിനും മറ്റും അടിമപ്പെട്ട ആളുകളെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നല്ല ബുദ്ധിയിലും നല്ല സ്വഭാവത്തിലും നല്ല അച്ചടക്കത്തിലും തിരിച്ചു കൊണ്ടുവന്ന് നല്ല ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സംവിധാനം നൽകുന്ന പ്രത്യേക സ്ഥാപനങ്ങൾ, അത് വലിയ അൽഹംദുലില്ലാഹ് വലിയ നേട്ടമാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വേണ്ട ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് സ്ഥാപന സംരംഭങ്ങൾ ഉലമാഇൻ്റെ ദീനിലുള്ള വലിയ ഫഖാഹത്താണ്. നമ്മുടെ ഉലമാ സാദാത്തുക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സംരംഭങ്ങളെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹ്.